ലോഹി മാത്രം ചെയ്യേണ്ടതെന്ന് ലോഹിക്ക് ബോധ്യമുള്ള സിനിമകൾ മാത്രമേ സംവിധാനം ചെയ്യാവുള്ളൂ. ഇത്തരത്തിലുള്ള തിരിച്ചറിവ് ലോഹി സൂക്ഷിക്കണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. പക്ഷേ പിന്നെ ലോഹി അതിലങ്ങ് ഭ്രമിച്ചു പോയി. അത് അതിൻ്റെ രസം അനുഭവിച്ചു. റസാഖ് ഒരു നല്ല എഴുത്തുകാരൻ എന്നതിനും അപ്പുറം സംസാരിക്കുമ്പോൾ വലിയ രീതിയിൽ തമാശ പറയുന്നതാണ്. ഞാൻ പലപ്പോഴും ഈ സംസാരിക്കുന്നതിലുണ്ടാകുന്ന തമാശകൾ എഴുത്തിലേക്ക് വരുന്നില്ല. ഭയങ്കര ബ്ലാക്ക് ഹ്യൂമറിൻ്റെ ആളാണ്. ഒരിക്കലും ഞാൻ നടൻ അഗസ്റ്റിൻ മരിച്ചപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു, സിബിച്ചും പോകുന്നുണ്ടോ അവിടെ കോഴിക്കോട്? ഞാൻ പറഞ്ഞു, ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു, നിങ്ങൾ വരുന്നില്ലേ? ഞാൻ വരത്തില്ല, കാരണം ഞാൻ മരിച്ച അവൻ വരത്തില്ല, പിന്നെ എന്തിനാ ഞാൻ പോകണമെന്ന്. സദയത്തിൻ്റെ ഷൂട്ടിംഗ് സമയത്ത് ഞാനിങ്ങനെ ക്യാമറയുടെ പുറകിൽ നിൽക്കുമ്പോൾ ഒരു ഫ്രെയിമിൽ മോഹൻലാലും തിലകനും മുരളിയും നെടുമുടി വേണുവും കൂടെ ഉള്ളൊരു ഫ്രെയിം, ആ ഒരു സീൻ ഷൂട്ട് ചെയ്യുമ്പോൾ ഞാൻ അതിൻ്റെ ബാക്കിൽ നിന്ന് ആലോചിച്ച്, എനിക്ക് എന്ത് യോഗ്യതയാണ് ഈ ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ഫ്രെയിമിൽ കൊണ്ടുവരാൻ പറ്റി. അവർക്കായിട്ട് സ്റ്റാർട്ടും കട്ടും പറയാനുള്ള യോഗ്യത എനിക്കെന്താണ്? എനിക്ക് കോടമ്പക്കത്തെ പൈപ്പ് വെള്ളം കുടിച്ചിട്ട് കഷ്ടപ്പെട്ട കഥകളൊന്നും പറയാനില്ല. അല്ലെങ്കിൽ കള്ളവണ്ടി കയറി മദ്രാസിൽ പോയി വിജയിച്ച കഥകളൊന്നും പറയാനില്ല. മലയാളത്തിൻ്റെ സിനിമാ ചരിത്രത്തിൽ സിബി മലയിൽ ലോഹിതദാസ് പലപ്പോഴും ഒറ്റ പേരായിട്ടാണ് ആദ്യകാലങ്ങളിലൊക്കെ കേട്ടത്. സിബി മലയിൽ ലോഹിതദാസ് എന്നുള്ളത് ലോഹിതദാസിൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ അത് പിന്നെ പറയേണ്ടതില്ല സിബി സാറിൻ്റെ കരിയറിൽ. എവിടെയോ പോസ്റ്റ് കണ്ടതാണ്. എൻ്റെ ജീവിതത്തിൽ എൻ്റെ ജീവിതത്തിലുള്ള ഏറ്റവും വലിയ ഒരു മണ്ടത്തരം ചിന്തയെന്ന് പറയുന്നത് സിബി മലയിൽ ലോഹിതദാസ് ഒരാളെന്ന ആളാണ് എന്നൊരു ആൾ എഴുതിയിട്ടുണ്ട്. ഈ ലോഹി മരിച്ച ശേഷം തിരുവനന്തപുരത്ത് ഞാൻ ഒരു പൊതുസ്ഥലത്ത് നിൽക്കുമ്പോൾ ഒരാൾ എൻ്റെ അടുത്ത് ലോഹി സാർ എന്ന് പറഞ്ഞാൽ എന്നെ വിളിക്കുന്നത്. അവർക്ക് രൂപം കൊണ്ട് പോലും ഒന്നാണെന്നാണ്, ഒറ്റ ശരീരം. അപ്പോൾ അത്തരത്തിലെ ആൾക്കാരെ ഞങ്ങളെ രണ്ടുപേരെയും ആ രീതിയിൽ ചേർത്ത്, അത് സിനിമകളിലൂടെ ഉണ്ടാകുന്ന ഒരു ഒരുമയാണ്. അത് അവരിലേക്കും പകരപ്പെടുന്നുണ്ട്. പക്ഷെ ലോഹി എന്ന് പറയുന്ന ഒരു എഴുത്തുകാരൻ, ഞാൻ സൂചിപ്പിച്ച പോലെ തനിയാവർത്തനം എന്ന സിനിമ സംഭവിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ ഏത് തരത്തിലുള്ള സിനിമ ചെയ്താണ് ഇവിടെ തുടരാൻ പോകുന്നതെന്ന് എനിക്കും അറിയില്ല, പറയാൻ പറ്റില്ല. അതാണ് ഒരു പ്രധാന കോൺട്രിബ്യൂഷൻ. അതെ, അത് തന്നെയാണ്. ഞാൻ എൻ്റെ ദിശയും നിർണ്ണയിച്ചു. എൻ്റെ ഉള്ളിലുള്ള ഒരു ക്രിയേറ്ററിൻ്റെ സ്പേസ് എവിടെയാണെന്നുള്ളതിൻ്റെ ബോധ്യം എനിക്ക് കിട്ടിയത് അവിടെയാണ്. പിന്നീട് ലോഹിതദാസുമായി എനിക്ക് സാഗരം സാക്ഷിയാന്ന് തോന്നുന്നില്ലേ അവസാനത്തെ സിനിമ. പിന്നീട് പലരുമൊക്കെ പിന്നീടും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ലോഹിതദാസ് പോയതോടെ സിബി മലയിൽ തീർന്നു, അത്തരത്തിലുള്ള വിമർശനങ്ങളും കേട്ടിട്ടുണ്ട്. പക്ഷേ അതൊരു അസത്യ പ്രസ്താവനയാണ്. കാരണം താങ്കൾ അല്ലാതെയും ഒരുപാട് തിരക്കഥാകൃത്തുക്കൾ, ഇപ്പോൾ രഞ്ജിത്ത് ആയാലും രഘുനാഥ് പലേരി, ഡെന്നീസ് ജോസഫ്, അങ്ങനെ സിനിമകളൊക്കെ ചെയ്തിട്ടുണ്ട്. അതേക്കുറിച്ച് പറയുമ്പോൾ, അത്തരം കാര്യങ്ങൾ പറയുമ്പോൾ താങ്കൾ എന്താണ് മനസ്സിൽ ഒരു മറുപടി ചിന്തിച്ചിട്ടുള്ളത്? ഇല്ല, അത് നമ്മൾ കേട്ടങ്ങ് വിടുക. കാരണം യാഥാർത്ഥ്യം അതെല്ലാം നമുക്കറിയാം. ലോഹി ഞാനുമായിട്ട് ലോഹി എഴുതി ഞാൻ ചെയ്ത സിനിമകൾ മറ്റ് സംവിധായകർ ചെയ്യുമ്പോഴേയും കമ്പാരിസൺ ചെയ്യാറുണ്ടല്ലോ ആൾക്കാർ. പലരും പറയാറുണ്ടോ, ഇത് സിബി മലയിൽ ചെയ്തിരുന്നെങ്കിൽ ഇതിനേക്കാൾ നന്നാവുന്നത്. അതൊക്കെ ഓരോ സംവിധായകർ എന്നെക്കാളും, ഇനിയിപ്പോൾ ഞാനും ഈ പറയുന്ന ആൾക്കാരും അല്ലാതെ ഇതിനേക്കാളും നന്നായിട്ട് ചെയ്യാൻ പ്രാപ്തിയുള്ളവർ ഇവിടെ ഇൻഡസ്ട്രിയിൽ ഉണ്ടാവാം. അവർക്ക് ആ അവസരം കിട്ടാതെ പോയതാണ്. പിന്നെ ഞാൻ ഈ അടുത്ത കാലത്ത് ഈ ഒരു കാര്യം ഞാൻ തിരിച്ചറിഞ്ഞത്, ഞാൻ എൻ്റെ അവാർഡുകളൊക്കെ കൂടെ ഈ കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് കിട്ടിയ അവാർഡ് സർട്ടിഫിക്കറ്റിലെല്ലാം കൂടെ ഇങ്ങനെ എവിടെയോ ഇങ്ങനെ എല്ലാം കൂടെ ഒന്ന് ഡിസ്പ്ലേ ചെയ്യാനൊന്നും പറ്റില്ല, വീട്ടിൽ തന്നെയാണെങ്കിൽ പോലും. അപ്പോൾ എനിക്ക് കിട്ടിയ 3 നാഷണൽ അവാർഡും സ്റ്റേറ്റ് അവാർഡുകളിലേക്ക് സർട്ടിഫിക്കറ്റുകളും കൂടി ഒന്ന് കമ്പയർ ചെയ്തിട്ടൊരു ഷോക്കേസിലേക്ക് ഇങ്ങനെ വെക്കുമ്പോൾ ഞാൻ അത് ഇരുന്ന് നോക്കുമ്പോൾ 3 ദേശീയ അവാർഡ് കിട്ടിയത് ലോഹിയുടെ തിരക്കഥയ്ക്കല്ല. ഒന്ന് ഡെന്നീസ് ജോസഫാണ്, ഒന്ന് ടി.ആർ. റസാഖാണ്, ഒന്ന് ശ്രീനിവാസനാണ്. എൻ്റെ മികച്ച സംവിധായകനുള്ള സംസ്ഥാന അവാർഡ് ഒരിക്കലേ കിട്ടിയിട്ടുള്ളൂ, അത് ബോബി സഞ്ജയാണ്. എൻ്റെ വീടൊപ്പം. ഏറ്റവും മികച്ച ജനപ്രീതിയുള്ള സിനിമ കിട്ടിയത് ദേവദൂതനാണ്, അത് രഘുനാഥ് പലേരിയാണ്.
അപ്പോൾ എനിക്ക് കിട്ടിയ അവാർഡുകളിൽ ബഹുഭൂരിപക്ഷവും ലോഹിതദാസിൻ്റെ രചനകൾക്കല്ല. അല്ല അത് അർഹതയില്ലാത്തതും കിട്ടാത്തതല്ല, അതിനുള്ള അവസരമോ ഭാഗ്യമോ ഒന്നും ഒത്തു വന്നില്ല എന്നുള്ളത്. അതെ അതെ അതെ. അതുകൊണ്ട് ലോഹിയുടെ എഴുത്ത് മോശമൊന്നുമില്ല. അപ്പം ഈ പറയുന്ന വാദഗതിയെ ഖണ്ഡിക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് മറ്റ് എഴുത്തുകാരുടെ സൃഷ്ടികളെയും എനിക്ക് നന്നായി ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഒരു അടയാളപ്പെടുത്തൽ മാത്രമാണ്. അല്ല, അതിൽ ലോഹിക്കെതിരെയും വിമർശനങ്ങൾ കേട്ടിട്ടുണ്ട്. ഇപ്പോൾ മികച്ച സംവിധായകനായിട്ട് താങ്കൾ തെളിയിക്കപ്പെട്ടു ഒരുപാട് ചിത്രങ്ങളിലൂടെ. പക്ഷെ മികച്ച തിരക്കഥാകൃത്തായിട്ടും അദ്ദേഹം ലോഹിതദാസും തെളിയിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ പിന്നീട് തിരക്കഥാകൃത്തായ ലോഹിതദാസ് സിനിമ ചെയ്തപ്പോൾ ഒരു മികച്ച സംവിധായകൻ്റെ അഭാവം അതിൽ കണ്ടവരായി ചില വിമർശനങ്ങളൊക്കെ, ചില നിരീക്ഷണങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. താങ്കൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ? അതെ, ഞാനതിന് ലോഹി എൻ്റെ അടുത്ത് ഈ ഭൂതക്കണ്ണാടിയുടെ കഥ വന്ന് പറയുമ്പോൾ ഞാനിങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാനൊരു സിനിമ സംവിധാനം ചെയ്യുമ്പോൾ എൻ്റെ കഥ പറയട്ടെ എന്ന് ചോദിച്ചു. അങ്ങനെ കഥ കേട്ടു. കഥ കേട്ടപ്പോൾ ഞാൻ ലോഹിയുടെ അടുത്ത് പറഞ്ഞത്, ഇത് ലോഹി ചെയ്യേണ്ട സിനിമയാണ്, അത്രമാത്രം ഒരു വെർസറ്റൈൽ ആയിട്ടുള്ളൊരു കഥയാണത്, ഇത് ലോഹി ചെയ്യണം. ഞാനപ്പോൾ ലോഹിയുടെ അടുത്ത് പറഞ്ഞൊരു ഉദാഹരണം ശ്രീനിവാസൻ്റേതാണ്. ശ്രീനിവാസൻ വടക്ക് നോക്കി യന്ത്രം ചെയ്ത് കഴിഞ്ഞിട്ട് എത്രയോ വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് ചിന്താവിഷ്ട ചെയ്തത്. അത് ഞാൻ ലോഹി മാത്രം ചെയ്യേണ്ടതെന്ന് ലോഹിക്ക് ബോധ്യമുള്ള സിനിമകൾ മാത്രമേ സംവിധാനം ചെയ്യാവുള്ളൂ. അതിനിടയ്ക്കും പലർക്കും വേണ്ടി, ആർക്കും വേണ്ടിയും മറ്റു സംവിധായകർക്ക് വേണ്ടിയും എഴുതാം. ഇത്തരത്തിലുള്ള തിരിച്ചറിവ് ലോഹി സൂക്ഷിക്കണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. പക്ഷേ ഭൂതക്കണ്ണാടി കഴിയുന്നതോടുകൂടി ലോഹിയുടെ തിരക്കഥ ആവശ്യപ്പെടുന്ന ആഗ്രഹിക്കുന്ന ആൾക്കാർ സംവിധാനങ്ങളെ ലോഹി ഏൽപ്പിച്ചാൽ അത് സാധ്യമാകും എന്നുള്ള രീതിയിൽ അങ്ങനെ ഒരു ട്രാപ്പിലേക്ക് ലോഹി പെട്ടുപോയി. ലോഹി ചെയ്യേണ്ടതല്ലാത്ത ഒരുപാട് സിനിമകളും ലോഹി ചെയ്തു. പിന്നെ ലോഹി അതിലങ്ങ് ഭ്രമിച്ചു പോയി. അത് അതിൻ്റെ രസം അനുഭവിച്ചു. പക്ഷേ ഈ പറയുന്ന അപൂർണതകൾ ചില സിനിമകളിൽ സംഭവിച്ചിട്ടുണ്ട്. മറ്റാരെങ്കിലും, ഇപ്പോൾ ഭരതേട്ടനോ സത്യനന്ദിക്കാടോ ആരെങ്കിലും അദ്ദേഹത്തിൻ്റെ സിനിമകൾ ചെയ്തിട്ടുള്ള മറ്റു സംവിധായകർ, ജോഷി സാറോ ഒക്കെ ചെയ്താലും ഒരുപക്ഷെ അതിനേക്കാളും നല്ല ഔട്ട്പുട്ട് വന്നേനെ. അതിൻ്റെ ഒരു ഭ്രമത്തിലേക്ക് പെട്ടുപോയോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഇപ്പോൾ ടി ആർ റസാഖിൻ്റെ കാണാക്കിനാവിനെ കുറിച്ച് പറഞ്ഞു. കാണാക്കിനാവും ഒരു വലിയൊരു സോഷ്യൽ പ്രമേയമാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഈ ഒരു സോഷ്യൽ ഹാർമണിയൊക്കെ തകർന്നിരിക്കുന്ന ഒരു കാലത്ത് ചർച്ച ചെയ്യപ്പെടേണ്ടുന്ന ഒരു സിനിമയാണ്. അതൊരു കോഴിക്കോടൻ പശ്ചാത്തലത്തിലുള്ളൊരു സിനിമ. അതിന് ദേശീയോദ്ഗ്രഥനത്തിലുള്ള മികച്ച അവാർഡ് കിട്ടി. ആ കാലവും എങ്ങനെയാണ് ഓർത്തെടുക്കുന്നത്? റസാഖുമായിട്ട് ഇങ്ങനെ കുറേ കാലമായിട്ടുള്ള സൗഹൃദമുണ്ട്. റസാഖും പരിചയമാകുന്നത് തിലകഞ്ചേട്ടൻ്റെ വീട്ടിൽ വെച്ചിട്ടാണ്. കിരീടത്തിൻ്റെ സമയത്ത് തിലകഞ്ചേട്ടനടുത്ത് കഥ പറയാനൊക്കെ ചെല്ലുമ്പോൾ അവിടെ ഒരാൾ വലിയ മുടിയൊക്കെ വളർത്തിയ ഒരു പ്രത്യേക രൂപത്തിലുള്ള മനുഷ്യൻ, വലിയ ജുബായൊക്കെ ഇട്ടുള്ള കൂടെ ഉണ്ടായിരുന്നു. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞ്, ഇയാളും ഒരു എഴുത്തുകാരനാണ്, നാടകമൊക്കെ എഴുതുന്ന ആളാണെന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെട്ടു. പിന്നെ റസാഖ് മറ്റ് പല സിനിമകളും ചെയ്ത് പലപ്പോഴുമായിട്ടും കണ്ടും പരിചയമുണ്ടായി. അപ്പോൾ എനിക്ക് റസാഖുമായിട്ട് സംസാരിക്കുമ്പോഴൊക്കെ റസാഖിൻ്റെ ഒരു ജീവിതാനുഭവങ്ങൾ അതിഭീകരമാണ് പറയുന്നത്. അദ്ദേഹം കടന്നുപോയ ജീവിത സാഹചര്യങ്ങളെ, അനുഭവങ്ങളെയൊക്കെ പറയുമ്പോൾ ഞാനിങ്ങനെ അത്ഭുതത്തോടെ കേട്ടിരുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, നമുക്കൊരു സിനിമ ചെയ്യാം, പക്ഷെ അത് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടാവുന്ന അനുഭവങ്ങളിൽ നിന്നൊരു സിനിമ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിന് ഭയങ്കര പവർ ഉണ്ടാവും. അപ്പം അങ്ങനെ ഒരെണ്ണം നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അങ്ങനെ ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് ആലോചിച്ചെങ്കിലും പക്ഷേ അത് സംഭവിച്ചില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് യാദർശികമായിട്ട് ഈ കാണാക്കിനാവിൻ്റെ കഥ എൻ്റെ അടുത്ത് പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, അത് കൃത്യമാണ്, ഈ കാലഘട്ടത്തിൽ പറയേണ്ട ഒരു വിഷയമാണത്. അങ്ങനെയാണ് അതിലേക്ക് എത്തുന്നത്. എനിക്ക് 3ാമത്തെ ദേശീയ അവാർഡ് കിട്ടാൻ സാധ്യമായ കഥയാണ്. ആ കാലഘട്ടത്തിൻ്റെ ഏറ്റവും നമ്മുടെ ഇപ്പോഴും അതൊരു ആ വിഷയം അങ്ങനെ സജീവമായി നിൽക്കുന്നൊരു സാഹചര്യം കൂടെ നമുക്കുണ്ട് ഇപ്പോൾ. റസാഖ് ഒരു നല്ല എഴുത്തുകാരൻ എന്നതിനും അപ്പുറം സംസാരിക്കുമ്പോൾ വലിയ രീതിയിൽ തമാശ പറയുന്നതാണ്. ഞാൻ പലപ്പോഴും ഈ സംസാരിക്കുന്നതിലുണ്ടാകുന്ന തമാശകൾ എഴുത്തിലേക്ക് വരുന്നില്ല. അങ്ങനെ ഒരു പോരായ്മയൊക്കെ എപ്പോഴും ഞങ്ങളെല്ലാവരും പറയാറുണ്ട്. റസാഖ് പറയുന്ന തമാശകൾ നമുക്ക് ഭയങ്കര ബ്ലാക്ക് ഹ്യൂമറിൻ്റെ ആളാണ്. ഒരിക്കലും ഞാൻ നടൻ അഗസ്റ്റിൻ മരിച്ചപ്പോൾ ഞാൻ കോഴിക്കോടേക്ക് പോവുകയാണ്. അപ്പോൾ റസാഖ് വഴിയിൽ വെച്ച് എന്നെ ഫോൺ ചെയ്യുന്നു, ഓൺ ദ വേ എനിക്ക് ഫോൺ ചെയ്യുന്നു. എൻ്റെ അടുത്ത് ചോദിച്ചാൽ, സിപിച്ചും പോകുന്നുണ്ടോ അവിടെ കോഴിക്കോട്? ഞാൻ പറഞ്ഞു, ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു, നിങ്ങൾ വരുന്നില്ലേ? ഞാൻ വരത്തില്ല, കാരണം ഞാൻ മരിച്ച അവൻ വരത്തില്ല, പിന്നെ എന്തിനാ ഞാൻ പോകണമെന്ന്.
ആ ഘട്ടത്തിലും അത്തരം ഒരു ബ്ലാക്ക് അതെ ഹ്യൂമർ അതെ അതെ മനസ്സിലായി. അത് എഴുത്തിലേക്ക് വന്നില്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ ചിലപ്പോൾ വളരെ സറ്റയർ, ഇപ്പോൾ ശ്രീനിവാസനൊക്കെ എഴുതുന്നത് തന്നെ ഗൗരവമുള്ള സിനിമകൾ പറയുമ്പോൾ അത്തരമൊരു സറ്റയർ ഒരു ഇതിലേക്ക് കൊണ്ടുവരാൻ അദ്ദേഹത്തിന് കഴിയുമായിരുന്നു. ഇപ്പോൾ കണക്കിനവിൽ മുരളിയാണ് നടൻ. ഈ നമുക്കറിയാം ഈ ഇത്തരം ഒരു സാമൂഹ്യ പ്രതിബദ്ധമായ പ്രമേയങ്ങൾ എപ്പോഴും ഏറ്റെടുക്കാൻ ശക്തൻ മുരളി തന്നെയാണ്. പിന്നെ മുരളി ഈ പറയുന്ന പോലെ എന്നോടൊപ്പം അല്ലെങ്കിൽ ഒരു സംവിധായകനോടൊപ്പം മുരളി ഏറ്റവും കൂടുതൽ സിനിമകൾ ചെയ്തത് എൻ്റെ കൂടെയാണ്. ഞങ്ങൾ തമ്മിൽ വലിയൊരു സൗഹൃദമുണ്ട്. ഞാൻ മുരളിയെ പരിചയപ്പെടുന്നത് ഞാൻ തനിയാവർത്തനം കഴിഞ്ഞ സമയത്ത്, ഞാൻ തിരുവനന്തപുരത്ത് ഉള്ള സമയത്ത്, അടുത്ത സിനിമയുടെ ആലോചനകളൊക്കെ ആയിട്ട് ഇരിക്കുന്ന സമയത്ത് എന്നെ പരിചയപ്പെടുത്താണ്. ഒരു മാധ്യമപ്രവർത്തകനാണ് എന്നെ, അദ്ദേഹത്തിൻ്റെ സുഹൃത്തായ ഒരു മാധ്യമപ്രവർത്തകൻ വന്നിട്ടാണ് മുരളിയുമായിട്ട് എൻ്റെ മുറിയിലേക്ക് വന്ന് പരിചയപ്പെട്ടതാണ്. പക്ഷെ അന്ന് തൊട്ട് ആ സൗഹൃദം നിരന്തരമായിട്ട് അദ്ദേഹത്തിൻ്റെ വിയോഗം വരെയും അത് തന്നെ വളരെ ദൃഢതരമായ ഒരു ബന്ധമുണ്ടായിരുന്നു. എന്നോട് മുരളി ആദ്യം അഭിനയിക്കുന്നത് എഴുതാപ്പുറങ്ങളിലാണ്. പിന്നെ തുടർന്നുള്ള മിക്കവാറും എല്ലാ സിനിമകളിലും മുരളിയുണ്ട്. അപ്പം അതൊരു ഞാനെപ്പോഴും പറയാറുള്ളത്, എൻ്റെ ഒരു ഫോൺ വിളിക്കപ്പുറം മുരളിയുണ്ട്, എപ്പോഴും ഉണ്ട്. ഞാൻ വിളിച്ചാൽ കഥ എന്താണ്, കഥാപാത്രം എന്താണെന്ന് ചോദിക്കാതെ ലൊക്കേഷനിലേക്ക് വരുന്നയാളാണ്. അത്രമാത്രം വിശ്വാസം എന്നോടും ലോഹിയോടും അദ്ദേഹം പുലർത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ ഒരാൾ, നമ്മളെ പൂർണ്ണമായിട്ടും വിശ്വസിച്ച് ഒരാൾ കൂടെ നിൽക്കുമ്പോൾ അയാളെ കൂടുതലായിട്ട് പരിഗണിക്കേണ്ടി വരും. ആ രീതിയിലുള്ള ഒരു സൗഹൃദത്തിൻ്റെ ഒരു പശ്ചാത്തലം കൂടെ ആ ബന്ധത്തിലുണ്ട്. ഇപ്പോൾ താരങ്ങൾ മാത്രമല്ല, ഇപ്പോൾ മമ്മൂട്ടി, മോഹൻലാൽ അങ്ങനെയുള്ള നടന്മാർ കൂടാതെ തന്നെ ഈ രണ്ടാം നിര എന്ന വാക്ക് തന്നെ ശരിയല്ല, ഒരു ലെജൻഡ്സ് എന്നായ നടന്മാരാണ് ഇപ്പോൾ തിലകൻ, ഈ മുരളി, ഈ നെടുമുടി, ഒടുവിൽ ഉണ്ണികൃഷ്ണൻ, കുതിരവട്ടം പപ്പുവേട്ടൻ. അവരുടെ ഒരു സ്പേസ് കൂടി സൃഷ്ടിച്ച സംവിധായകനാണ് താങ്കൾ. അതുകൂടി ഓർത്തെടുക്കുമ്പോഴോ? സതയത്തിൻ്റെ ഷൂട്ടിംഗ് സമയത്ത് ഞാനിങ്ങനെ ക്യാമറയുടെ പുറകിൽ നിൽക്കുമ്പോൾ ഒരു ഫ്രെയിമിൽ മോഹൻലാലും തിലകനും മുരളിയും നെടുമുടി വേണവും കൂടെയുള്ള ഒരു ഫ്രെയിം, ആ ഒരു സീൻ ഷൂട്ട് ചെയ്യുമ്പോൾ ഞാൻ അതിൻ്റെ ബാക്കിൽ നിന്ന് ആലോചിച്ച്, എനിക്ക് എന്ത് യോഗ്യതയാണ് ഈ ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ഫ്രെയിമിൽ കൊണ്ടുവരാൻ പറ്റി. അവർക്കായിട്ട് സ്റ്റാർട്ടും കട്ടും പറയാനുള്ള യോഗ്യത എനിക്കെന്താണ്? ഞാൻ അങ്ങനത്തെ ഒരു എന്തെങ്കിലും കലാപരമായ പശ്ചാത്തലത്തിൽ നിന്ന് വന്ന ആളൊന്നുമല്ല. ഞാൻ അങ്ങനെ വന്നു പെട്ട ആളാണ്. പക്ഷേ സിനിമയിലേക്ക് ഞാൻ അറിയപ്പെടാത്ത അത്തരം സിദ്ധികൾ എന്നിൽ ഒളിച്ചിരുന്ന് ഉണ്ടാകാം. അത് ഞാൻ തിരിച്ചറിയാതെ തന്നെ ഇവിടെ എത്തിപ്പെട്ടാണ്. പക്ഷേ ഇവിടെ എത്തിക്കഴിഞ്ഞിട്ടാണ് ഞാനത് തിരിച്ചറിയും, അത് പുറത്തേക്ക് വരാൻ തുടങ്ങിയത്. അപ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തുന്ന ഇത്തരത്തിലുള്ള ഇന്ത്യൻ സിനിമയിലോ ലോക സിനിമയിലോ ഒക്കെ ഏറ്റവും മികച്ചതെന്ന് പറയുന്ന ആൾക്കാരെയൊക്കെ നമ്മളുടെ ക്യാമറയുടെ ഫ്രെയിമുകളിൽ ഉൾപ്പെടുത്തിക്കൊണ്ട്, ഒറ്റ ഫ്രെയിമിൽ ഉൾപ്പെടുത്തിക്കൊണ്ടൊക്കെ ചെയ്യാൻ കഴിയുന്ന അപൂർവമായ ഭാഗ്യം ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഇവരെല്ലാവരും നമ്മുടെ സിനിമ, ഇപ്പോൾ തിരുവഞ്ചേട്ടനാണെങ്കിൽ തനിയാവർത്തനത്തിലും കിരീടത്തിലും ചെങ്കോലിലും ഒക്കെ ചെയ്ത ഓരോ കഥാപാത്രങ്ങളും ഒരു കാലത്തും മലയാളികൾക്ക് മറക്കാൻ കഴിയത്തില്ല. ഇവർ ഓരോരുത്തരും, വേണുചേട്ടൻ എൻ്റെ എത്രയോ സിനിമകൾ, അതുപോലെ എൻ്റെ ആദ്യത്തെ സിനിമ തൊട്ട് മുരളി കഴിഞ്ഞാൽ പിന്നെ എൻ്റെ കൂടെ ഏറ്റവും കൂടുതൽ സിനിമകൾ ചെയ്തിട്ടുള്ള ആൾ വേണുചേട്ടനാണ്. പിന്നെ ലാലും അതുപോലെ തന്നെ ഒരു നായകൻ എന്ന നിലയിൽ എൻ്റെ കൂടെ ഏറ്റവും കൂടുതൽ സിനിമകൾ ചെയ്ത ആൾ ലാലാണ്. ഞാൻ ലാലുമായിട്ടുണ്ട് 13 സിനിമകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഇവൻ മമ്മൂട്ടിയായിട്ട് ഞാൻ 5-6 സിനിമകൾ ചെയ്തിട്ടുണ്ട്. അവരൊക്കെ സജീവമായിട്ട് സിനിമയിൽ നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ അവരോടൊപ്പം നിൽക്കാൻ കഴിയുന്നുള്ള ഒരു ഭാഗ്യം വലിയ ഭാഗ്യം തന്നെയാണ്. ഇപ്പോൾ നമ്മൾ പറയുന്നതൊക്കെ പുരുഷന്മാരെ കുറിച്ചാണ്. ഇപ്പോൾ സ്ത്രീകളെ കുറിച്ച് എന്തായാലും പറയണം. ഇപ്പോൾ ഉർവശി, ശോഭന തൊട്ട് മഞ്ജു വാര്യർ, മാത്രമല്ല റിമ, നിത്യ മേനോൻ, അങ്ങനെ അംബിക, സുഹാസിനി, അങ്ങനൊരു മലയാളത്തിലെ വേറൊരു നിര അഭിനേത്രികളുടെ ഒരു കാലത്തെ കൂടി സൃഷ്ടിച്ചത് സിബിസാറാണ്. എഴുതാപ്പുറങ്ങൾ എന്ന് പറയുന്ന സിനിമ 3 നായികമാരാണ്. അതെ, അത് വേണ്ടത്ര ചർച്ച ചെയ്യപ്പെടാത്തൊരു സിനിമയാണ്. ഇവർ 3 പേരും അത്തരത്തിലൊരു സ്ത്രീ പ്രാധാന്യമുള്ള ഒരു സിനിമ ഒരു മെയിൻ സ്ട്രീമിൽ അങ്ങനെ സംഭവിച്ചിട്ടില്ല. ഇല്ല. സുഹാസിനിക്ക് ആ വർഷത്തെ സംസ്ഥാന പുരസ്കാരം ലഭിക്കുന്നുണ്ട്. പാർവതി താരതമ്യേന ഒരു പുതിയ നടിയാണ്. 2-3 സിനിമകൾ കഴിഞ്ഞിട്ടാണ് അതിലേക്ക് അഭിനയിക്കുന്നത്. പിന്നെ ഈ പറഞ്ഞതുപോലെ ആകാശദൂതിൽ നമ്മൾ മാധവി ഒരു ആക്ട്രസും, അല്ലെങ്കിൽ ശോഭന, ഉർവശിൻ്റെ എന്താണ് ഭാരതത്തിലൊക്കെ ചെയ്ത കഥാപാത്രങ്ങൾ, ലക്ഷ്മി, ഗൗതമി, പുതിയ കാലഘട്ടത്തിൽ നിത്യമേനോൻ, ഇവരൊക്കെ നിത്യമേനോനൊക്കെ ബ്രില്യൻ്റ് പെർഫോമൻസാണ്. അപ്പോൾ അവരൊക്കെ ഈ ഒരു രണ്ട് തലമുറകളിൽപ്പെട്ട ആൾക്കാരുമായിട്ടൊക്കെ, പ്രത്യേകിച്ചും ഏറ്റവും മികച്ച അഭിനേത്രികളായിട്ടൊക്കെ
എല്ലാ വിധത്തിലും നടന്മാരായാലും നടിമാരായാലും നല്ല ടാലൻ്റഡ് ആയിട്ടുള്ള ആൾക്കാരെ നമുക്ക് നമ്മുടെ ഫ്രെയിമിലേക്ക് കൊണ്ടുവരാനും അവരെ ഉപയോഗപ്പെടുത്താനും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. എഴുതാപ്പുറങ്ങളുടെ കാര്യം പറയുമ്പോൾ അതൊരു ഇന്നത്തെ ചർച്ച ചെയ്യപ്പെടേണ്ടുന്ന ഒരു വിഷയമാണ്. ഇത്രയും ഒരു സ്ത്രീ ശക്തിയുടെ ഒരു സ്ത്രീപക്ഷ സിനിമയാണ് എഴുതാപ്പുറങ്ങൾ. അതങ്ങനെ ചർച്ച ചെയ്യപ്പെടാതെ പോയതിൽ സങ്കടമുണ്ടോ? നമ്മൾ ചെയ്തു വെക്കുക എന്നതിൻ്റെ അപ്പുറത്ത് ഇതിനെ ഒരു ചർച്ചയിലേക്ക് കൊണ്ടുവരേണ്ടത് പ്രേക്ഷകരോ അല്ലെങ്കിൽ അതിൻ്റെ നിരൂപകരോ സിനിമയെ ഗൗരവപൂർവമായിട്ട് കാണുന്നവരൊക്കെ തന്നെയാണ്. നമുക്കൊരു ചർച്ചയ്ക്കൊന്നും മുൻകൈ എടുക്കാൻ കഴിയില്ല. അത് ചർച്ച ചെയ്യപ്പെടേണ്ടതായിരുന്നു. ആ കാലഘട്ടത്തിൽ അത്തരത്തിൽ അതിന് ശ്രദ്ധ കിട്ടാതെ പോയിട്ടുണ്ട്. തിയേറ്ററിലും അത് വലിയ രീതിയിൽ സ്വീകാര്യത കിട്ടിയില്ല. എങ്കിലും നമ്മളെ സംബന്ധിച്ചോളം നമ്മൾ ചെയ്തു വെക്കുന്നത് അത് പിന്നീട് നമ്മുടെ കയ്യിലല്ല. അത് നമ്മളൊരിക്കൽ തിയേറ്ററുകളിലേക്ക് പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കതിന്മേലൊരു യാതൊരു കൺട്രോളും ഇല്ല. നമുക്കതിന്മേലൊരു അഭിപ്രായ സാഹചര്യങ്ങളുമില്ല. ഇപ്പോൾ സിബി സാറിനെ കുറിച്ച് പറയുമ്പോൾ ഒരു പൂർണ്ണ സംവിധായകനാണ്. താങ്കൾ ഒരിക്കലും അതിനപ്പുറത്ത് ഏതെങ്കിലും ഒരു സാങ്കേതിക വിദ്യയിലേക്ക് അതിൻ്റെ ഒരു അതിപ്രസരത്തിലേക്ക് പോയിട്ടില്ല. താങ്കളുടെ ഒരു കഥയാണ് താങ്കളുടെ ആ ഒരു കഥാഗതിയെ തടസ്സപ്പെടുന്ന അല്ലെങ്കിൽ അതിനെ മനോഹരമാക്കുന്ന ക്യാമറയല്ലാതെ അതിന് തടസ്സപ്പെടുത്തുന്ന കാഴ്ചയെ ഒന്നും താങ്കൾ പ്രോത്സാഹിപ്പിക്കുന്നതായി കണ്ടിട്ടില്ല. അത്തരം ഗിമ്മിക്കുകളിലേക്കൊന്നും കടന്നിട്ടില്ല താങ്കൾ. വേണമെങ്കിൽ നമ്മളെ വിഭ്രമിപ്പിക്കാവുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാകാമെങ്കിലും അതിലേക്കൊന്നും ശ്രദ്ധിക്കാത്ത ഈ ഒരു കൈയടക്കം എന്നും എല്ലാവരും പറയുന്നതാണ് സിബി സാറിനെ കുറിച്ച്. അല്ല, അത് ഞാനതിനെ കാണുന്നത് ഇങ്ങനെയാണ്. ഇതൊക്കെ നമുക്കുള്ള ടൂൾസാണ്. നമുക്കൊരു കഥ പറയാൻ നമ്മുടെ മുമ്പിലുള്ള ടൂൾസാണ് ഇതൊക്കെ. ഇപ്പം ആക്ടേഴ്സ് ആയാൽ പോലും നമ്മൾ കഥ പറയാൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ തന്നെയായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. ജീവനുള്ള വ്യക്തികളാണെങ്കിൽ പോലും അതിൽ നമ്മുടെ മുമ്പിലേക്ക് എത്തുമ്പോൾ നമ്മുടെ കഥാപാത്രമായിട്ട് നമ്മൾ രൂപപ്പെടുത്തിയെടുക്കുന്ന ഒരു എന്താണ് റോ മെറ്റീരിയലാണ്. ഈ ടെക്നോളജിയും നമ്മുടെ കഥ പറച്ചിലിനെ ഓവർടേക്ക് ചെയ്യാതിരിക്കാൻ ഞാൻ എപ്പോഴും ശ്രമിക്കുന്നു. അവരുടെ ശ്രദ്ധ കഥയിൽ നിന്ന് മാറും എന്നുള്ളതാണ്. ഇപ്പം ഭയങ്കര ചില സമയങ്ങളിൽ അത്തരത്തിലുള്ള ചില ചടുലമായ രംഗങ്ങൾ ചിത്രീകരിക്കാൻ ചിലപ്പോൾ ആ ടെക്നോളജി നമ്മൾ വേറെ രീതിയിൽ ഉപയോഗിക്കാം. പക്ഷെ വൈകാരികമായ തലത്തിൽ നിന്നുകൊണ്ട് അതിനെ നമ്മൾ ചിത്രീകരിക്കുമ്പോൾ അതിൻ്റെ ഓരോ സീനിനെ നമ്മൾ എടുക്കുമ്പോൾ ആ സീനിൻ്റെ എന്താണ് അതിൻ്റെ ഒരു വൈകാരിക തലത്തെ കൂടെ നമ്മൾ പരിഗണിച്ചുകൊണ്ടാണ് ആരെയാണ് നമുക്ക് ശ്രദ്ധ ആരിലേക്കാണ്, ഏത് കഥാപാത്രത്തിലേക്കാണ്, ഏത് ഡയലോഗിലേക്കാണ്, ഏത് കാഴ്ചയിലേക്കാണ് ഇവരെ കൊണ്ടുപോകേണ്ടതെന്നുള്ളത് തീരുമാനിക്കാനുള്ള പൂർണ്ണമായ സ്വാതന്ത്ര്യമുള്ളത് സംവിധായകന് മാത്രമാണ്. ഞാനും ലോഹിയുമായിട്ടൊക്കെ അക്കാര്യത്തിൽ ചില തർക്കങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതായത് ഒരു കാഴ്ചപ്പാടിൻ്റെ വ്യത്യാസമാണ്. അപ്പോൾ ലോഹി എൻ്റെ അടുത്ത് പലപ്പോഴും പറയുന്നത് ഞാൻ ഒരുപാട് ക്ലോസപ്പുകൾ ഉപയോഗിക്കുന്നുണ്ട് എന്ന് പറയുന്നൊരു നിരീക്ഷണം അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായി. അപ്പോൾ ഞാൻ ലോഹിയെടുത്ത് ചോദിച്ചത്, ലോഹി എഴുതുമ്പോൾ എന്താണ് കാണുന്നതെന്ന് ചോദിച്ചു. ലോഹി പറഞ്ഞു, ഞാൻ എല്ലാം കാണുന്നുണ്ട്, ഞാൻ എല്ലാവരെയും കാണുന്നുണ്ട്, അവർ ചവിട്ടി നിൽക്കുന്ന തറയും ഞാൻ കാണുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞത് തീർച്ചയായിട്ടും അത് ഒരു നാടകം എഴുതുന്ന പേഴ്സ്പെക്റ്റീവാണ്. ലോഹി നാടകത്തിൽ നിന്ന് വന്നയാളതുകൊണ്ട് ലോഹി നാടകം എഴുതുമ്പോൾ ലോഹി ഒരു സ്റ്റേജും ആ സ്റ്റേജിൽ നിൽക്കുന്ന എല്ലാവരെയും കാണുന്നുണ്ട്. അത് നാടകത്തിൻ്റെ ഒരു പരിമിതിയാണ്. പണ്ടൊക്കെ ഷുവർ മൈക്കിൻ്റെ അടുത്തേക്കൊന്നും പറയുന്നത്, പിന്നെ ചില കാര്യങ്ങൾ ലൈറ്റ് മാത്രം അവരുടെ മുഖത്തേക്ക് അടിക്കുകയൊക്കെ ചെയ്ത് മറ്റുള്ള ചെയ്യുന്ന അത് നാടകത്തിൻ്റെ പരിമിതിയിൽ നിന്നുകൊണ്ടാണ്. സിനിമയ്ക്ക് നമുക്ക് വല്ലാത്തൊരു സ്വാതന്ത്ര്യമുണ്ട്. ആരെന്ത് കാണണം, പ്രേക്ഷകൻ എന്ത് കാണണം എന്ന് തീരുമാനിക്കാനുള്ള പൂർണ്ണമായ സ്വാതന്ത്ര്യം സംവിധായകനിലുണ്ട്. അത് ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾ ഇത് ഇയാളെ മാത്രം കണ്ടാൽ മതി, അല്ലെങ്കിൽ ഇയാളുടെ ഈ ഭാവം മാത്രം നിങ്ങൾ കണ്ടാൽ മതി, ഇപ്പോൾ ഈ ഡയലോഗ് മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി എന്ന് പറയും. ഞാൻ പറയും, പുസ്തകം വായിക്കുമ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ അണ്ടർലൈൻ ചെയ്യാറുണ്ട്. നമുക്ക് പ്രാധാന്യമെന്ന് തോന്നുന്ന കാര്യങ്ങൾ നമ്മൾ അടിവരയിട്ടിട്ട് പിന്നീട് എപ്പോഴെങ്കിലും അതൊന്ന് നമ്മളെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ വേണ്ടി അപ്പോൾ ചില കാര്യങ്ങളിൽ ശ്രദ്ധിക്കണം എന്ന് പറയുന്ന രീതിയിലാണ് നമ്മൾ അണ്ടർലൈനിങ്ങിന് ഉപയോഗിക്കുന്നത്. അത്തരത്തിലുള്ള അണ്ടർലൈനിങ് ആണ് ക്ലോസപ്പുകൾ എന്നെ സംബന്ധിച്ചിടത്തോളം. ഞാൻ അങ്ങനെയാണ് അതിനെ കാണുന്നത്. അപ്പോൾ ലോഹിക്ക് അത് ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെയല്ല എല്ലാവരെയും കാണണം എന്നൊക്കെ പറയുന്നത്. ഞാൻ സിനിമ എന്ന സങ്കേതത്തിൻ്റെ ആ സ്വാതന്ത്ര്യത്തെ നിങ്ങൾ ഉപയോഗിക്കാതിരിക്കുന്നതുകൊണ്ടാണ്. അതുകൊണ്ടാണ് പലപ്പോഴും എന്നോട് ആൾക്കാർ ചോദിക്കുന്നത്, നിങ്ങൾ എന്തുകൊണ്ടാണ് ഇത്രമാത്രം ആഴത്തിൽ മനുഷ്യ മനസ്സിലേക്ക് കടന്നു പോകാൻ എന്തുകൊണ്ട് കഴിയുന്നു? കമലിനെ പോലുള്ള സംവിധായകരൊക്കെ ഒരു സിനിമ കണ്ടിട്ട് ചോദിച്ചതാണ്, സിബിക്ക് എങ്ങനെയാണ് ആൾക്കാരുടെ കഥാപാത്രങ്ങളുടെ ഉള്ളിലേക്ക് ഇങ്ങനെ ഇറങ്ങിച്ചെല്ലാൻ കഴിയുന്നത്? ഞാൻ പറഞ്ഞു, ഞാൻ ആ വികാരത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ഇത് തന്നെയാണ് അവരുടെ ആരെയാണോ നമ്മൾ ഹൈലൈറ്റ് ചെയ്യേണ്ടത്, ആരുടെ വൈകാരികമായ
അനുഭവത്തെയാണോ നമ്മൾ പ്രേക്ഷകരിലേക്ക് പരിവർത്തിക്കപ്പെടേണ്ടത്, അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ സംഭവിക്കുന്നത് അല്ല, ബോധപൂർവമല്ല. ഒരു ക്രിയേറ്റീവ് സ്പേസിൽ നമ്മൾ അവിടെ വെച്ച് അപ്പോൾ എടുക്കുന്ന തീരുമാനങ്ങളൊക്കെ ആയിരിക്കാം. ഒരിക്കൽ ചെന്നൈയിൽ പ്രസാദ് ലാബ് സ്റ്റുഡിയോ ഉണ്ട്. അതിൻ്റെ ഉടമ LV പ്രസാദ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ മകൻ രമേഷ് പ്രസാദ് ആയിരുന്നു ആ സമയത്ത് അതിൻ്റെ. അന്ന് സിനിമകളെല്ലാം ഫിലിമിലായതുകൊണ്ട് നമ്മൾ ലാബിലാണ് ആശ്രയിക്കപ്പെടുന്നത്. അപ്പം ഈ പ്രസാദ് ലാബിലാണ് എൻ്റെ കൂടുതലും സിനിമകളുടെ ഡെവലപ്പിംഗ് നടന്നിട്ടുള്ളത്. അപ്പോൾ ഈ രമേഷ് പ്രസാദ് എന്ന് പറയുന്ന അദ്ദേഹം വളരെ എന്നെക്കാളൊക്കെ ഉള്ള സീനിയറായിട്ടുള്ള ആളാണ്. അദ്ദേഹം തമിഴിലും മലയാളത്തിലും ഹിന്ദിയിലും മറ്റു ഭാഷകളിലൊക്കെ ഇറങ്ങുന്ന സിനിമകളൊക്കെ അവിടെയാണ് അതിൻ്റെ ഡെവലപ്പിങ്ങിന് പ്രോസസ്സിങ്ങിന് വരുന്നത്. അപ്പോൾ ഈ സിനിമകളൊക്കെ അദ്ദേഹം കാണും, എല്ലാ സിനിമകളും കാണും. അദ്ദേഹത്തിൻ്റെ അവിടെ ഒരു പ്രിൻ്റ് റെഡിയായി കഴിഞ്ഞാൽ അദ്ദേഹം സ്വകാര്യമായിട്ടിരുന്ന് കാണും. അത്രമാത്രം സിനിമയെ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യുന്ന ഒരാൾ. അപ്പോൾ ഒരിക്കൽ ഞാൻ ആ പ്രസാദ് സ്റ്റുഡിയോയുടെ പുറത്തിങ്ങനെ അവിടെ നിൽക്കുമ്പോൾ ഇദ്ദേഹം ആരോ എൻ്റെ കൂടെ ഉണ്ട്. എൻ്റെ കൂടെ നിൽക്കുന്ന ഒരു പ്രൊഡ്യൂസർ പരിചയപ്പെടുത്തി, ഇത് ഇന്നയാളാണെന്ന് എന്നെ അദ്ദേഹത്തിന് പരിചയപ്പെടുത്തി. പിന്നെ അദ്ദേഹം പറഞ്ഞു, ഐ എം ഫെമിലിയർ വിത്ത് ദിസ് നെയിം, ഐ വാസ് സെർച്ചിങ് ഫോർ ഹിം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താണ് സാറെന്ന് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു, നിങ്ങളുടെ സിനിമകൾ ഞാൻ കാണുമ്പോഴൊക്കെ ചിന്തിക്കുന്നൊരു കാര്യമുണ്ട്, ഇത്രയും ബ്യൂട്ടിഫുള്ളായിട്ട് ക്ലോസപ്പുകൾ എടുക്കുന്ന ഒരു ഡയറക്ടർ ആരാണ്, ഇതാരാണെന്ന് ഞാൻ. അപ്പോൾ അത് സിനിമയെ അത്രമാത്രം ആഴത്തിൽ കാണുന്ന ഒരാൾ അങ്ങനെ ഒരു കമൻറ്റ് പറയുമ്പോൾ അത് വലിയൊരു അംഗീകാരമാണ്. ഇപ്പോൾ നമ്മൾ ഫ്രെയിമുകളെ കുറിച്ചിട്ടാണ് പറഞ്ഞത് സാറ്, ക്ലോസപ്പുകളുടെ ആണ് താങ്കൾ പിന്തുടരുന്നതെന്ന്. പക്ഷെ അതിനൊപ്പം തന്നെ ഈ പൊയറ്റിക് ആയിട്ടുള്ള നല്ല ഫ്രെയിമുകളുണ്ട് താങ്കളുടെ സിനിമകളിൽ. സൗന്ദര്യവൽക്കരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ചില സിനിമകളിൽ. ഇപ്പോൾ സമ്മർ ഇൻ ബത്ലഹേം പോലുള്ള സിനിമകളിൽ അങ്ങനെയുണ്ട്. അങ്ങനെ അത് ഇഷ്ടത്തോടെ ചെയ്യുന്നതാണോ, എന്താണത്? നമ്മളൊരു സിനിമയെ സമീപിക്കുന്നത് അതിൻ്റെ സ്വഭാവവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. ഏത് രീതിയിലാണ് ഒരു സിനിമ പ്രസൻറ്റ് ചെയ്യുന്നുള്ളത് ഒരു ധാരണ ഉണ്ടായിട്ടുണ്ട്. ഈ ക്ലോസപ്പുകൾ എന്ന് പറയുന്നത് ഞാൻ സൂചിപ്പിച്ചത്, ക്ലോസപ്പുകളുടെ അമിത ഉപയോഗം എന്ന് പറയുന്നതിനെ ഞാൻ അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ തന്നതാണ്. പക്ഷേ ക്ലോസപ്പുകൾ മാത്രമല്ല, ആൾക്കാരിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരാൻ മറ്റു ഗാഡ്ജറ്റ്സ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ട്രോളി ഉപയോഗിക്കാം, നമ്മൾ സൂം ഉപയോഗിക്കാം. ഏതിലേക്കാണോ നമ്മൾ, കാരണം ഓഡിയൻസ് ഡിസ്ട്രാക്റ്റഡ് ആയി പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ അനുവർത്തിക്കുന്നതാണ്. പിന്നെ ചില കോറിയോഗ്രാഫി ചെയ്യാറുണ്ട്. ഈ സീനിൻ്റെ തന്നെ കോറിയോഗ്രാഫികൾ എല്ലാ സിനിമകളിലും ഒരു കോറിയോഗ്രാഫി സംഭവിക്കുന്നുണ്ട്. പ്രേക്ഷകർ അറിയാതെ ഒരു കോറിയോഗ്രാഫിയിലേക്ക്, അങ്ങനെ കോറിയോഗ്രാഫി ചെയ്താൽ മാത്രമേ അത് കൃത്യമായിട്ട് ഏത് ഇപ്പം ക്ലോസപ്പ് ഇല്ലാതെ തന്നെ ഒരു കഥാപാത്രത്തിലേക്ക് നമ്മൾ എത്തിപ്പെടും, മറ്റൊരു പശ്ചാത്തലത്തിലായി പോകും. അത്തരം ചില രീതികളിലൂടെ തന്നെയാണ്. അപ്പം എനിക്ക് പലപ്പോഴും നമ്മൾ ഇപ്പോഴത്തെ കാലത്ത് കണ്ടുവരുന്ന പല മേക്കേഴ്സും ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, എന്താണ് നമുക്ക് വേണ്ടതെന്നുള്ള കൃത്യതയിൽ ഇല്ലാത്തൊരു ബോധ്യമില്ലാതെ ചെയ്യുന്നതായിട്ടാണ് ഞാൻ തിരിച്ചറിയുന്നത്. അവർ 3-4 ക്യാമറകൾ ഉപയോഗിച്ചിട്ട് എല്ലാ ആംഗിളിൽ നിന്നും ഷൂട്ട് ചെയ്യും, എന്നിട്ട് എഡിറ്ററെ ഏൽപ്പിക്കും. അതായത് നമ്മൾ സ്റ്റേജ് ഷോ ഒക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ മൾട്ടി ക്യാമറ ഉപയോഗിച്ചിട്ട് എന്നിട്ട് എഡിറ്റർ തീരുമാനിച്ചോട്ടെ ഏതാ വേണ്ടതെന്ന്. അത് ഭയങ്കര തെറ്റായ നമുക്കൊരു ബോധ്യമുണ്ട്, ഈ സീൻ, ഈ ഷോട്ട് ഇതായിരിക്കണം, ഇങ്ങനെയായിരിക്കണം, ഈ ഡയലോഗ് ഇതാണ്. അത് ഓരോ സീനിനും ഒരു പർപ്പസ് ഉണ്ട്, ഓരോ ഷോട്ടിനും ഒരു പർപ്പസ് ഉണ്ട്. ആ പർപ്പസ് എന്താണെന്ന് നമുക്ക് ബോധ്യമില്ലെങ്കിൽ അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. എല്ലാം എടുത്തിട്ട് എഡിറ്റിംഗ് ടേബിളിൽ എഡിറ്റർ, അപ്പോൾ എഡിറ്റർ ഡയറക്ടറുടെ സ്ഥാനത്തേക്ക് മാറുകയാണ്. ഡയറക്ടർ വെറും ഒരു എടുത്തുകൊടുപ്പുകാരൻ മാത്രമായി മാറുകയാണ്. അങ്ങനെ ഒരു രീതിയുണ്ട്. ഞാൻ മൾട്ടിപ്പിൾ ക്യാമറ ഉപയോഗിക്കുന്നത് ആക്ഷൻ സീൻസൊക്കെ വരുമ്പോൾ ചില മിസ്സായി പോകാതിരിക്കാൻ വേണ്ടിയിട്ട്, ചില ആക്ഷനൊക്കെ കഷ്ടപ്പെട്ട് ചെയ്യുന്നത് നഷ്ടപ്പെട്ടായിരിക്കാൻ, അതിൻ്റെ ആക്ഷൻ പോർഷനിൽ നമ്മുടെ കൺട്രോളിലല്ല അവരുടെ മൂവ്മെൻറ്റ്സൊക്കെ. അല്ലാതെ സീനുകൾക്ക് ഒരിക്കലും ഞാൻ 2 ക്യാമറ ഒറ്റ ക്യാമറ ഉപയോഗിച്ച് മാത്രമേ ചെയ്യാറുള്ളൂ. കാരണം എനിക്കറിയാം, അല്ല, എൻ്റെ തീരുമാനം എന്ന് പറയുന്നത് ഈ ഷോട്ട് ഇങ്ങനെ തന്നെയാണ്, അതിനപ്പുറത്ത് വേറൊരു ഷോട്ട് എനിക്കില്ല, അതിനൊരു മാറ്റവുമില്ല. ഇത് അല്ലാതെ ഏറ്റവും ദ ബെസ്റ്റ് ഷോട്ട് എന്താണോ ആ പർട്ടിക്കുലർ സീക്വൻസിന്, ആ പർട്ടിക്കുലർ ഡയലോഗിന്, ആ പർട്ടിക്കുലർ ആക്ഷൻ എന്നുള്ളത് തീരുമാനിക്കപ്പെട്ട് കഴിഞ്ഞിട്ടാണ് എടുക്കുന്നത്. എൻ്റെ അടുത്ത് ഒരിക്കലും ഒരു ക്യാമറാമാൻ ഞാനൊരു സീൻ എടുത്ത് കഴിയുമ്പോൾ, എൻ്റെ അവിടെ ആദ്യമായിട്ട് വർക്ക് ചെയ്യുന്ന ആളാണ്, ആ സീനൊക്കെ എടുത്തു കഴിഞ്ഞാൽ പറഞ്ഞു എൻ്റെ അടുത്ത്, സാറേ നമുക്ക് 2-3 ക്ലോസപ്പ് കൂടെ എടുത്തേക്കാന്ന് വെച്ചു. ഞാൻ എന്തിൻ്റെ, അല്ല എല്ലാവരുടെയും കുറച്ച് ക്ലോസപ്പ് എടുത്ത് വെച്ചേക്കാം. ഞാൻ എന്തിനാ, അല്ല എന്തെങ്കിലും ആവശ്യം വന്നാൽ ഇടയ്ക്ക് ഇടാമല്ലോ എന്ന് വെച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ ഷൂട്ട് ചെയ്യുമ്പോൾ തന്നെ എഡിറ്റ് ചെയ്താൽ ചെയ്യുന്നതെന്ന് പറഞ്ഞു. എന്നെ സംബന്ധിച്ച് എഡിറ്റർ എന്ന് പറയുന്നത് എന്നെ സാങ്കേതികമായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ആളാണ്. ചിലപ്പോൾ അവരുടെ കോൺട്രിബ്യൂഷനകത്ത് വരുന്നത് ഞാൻ സ്വീകരിക്കാറുണ്ട്. പക്ഷേ അതിനപ്പുറത്തേക്ക് എന്നെക്കുറിച്ച് എൻ്റെ ഒരു നിർമ്മാതാവിൻ്റെ ബന്ധു പറഞ്ഞത്,
സിബി സാറ് ഷൂട്ട് കഴിയുമ്പോൾ തന്നെ എഡിറ്റിംഗ് കഴിഞ്ഞു എന്നുള്ളതാണ്. എഡിറ്റ് കഴിഞ്ഞു എന്നുള്ളതാണ്. ഷൂട്ട് ചെയ്യുമ്പോൾ തന്നെ അപ്പോൾ തന്നെ അല്ല, അതായത് മനസ്സിൽ എഡിറ്റ് കഴിഞ്ഞു, എഡിറ്റ് ചെയ്തിട്ടാണ് ഷൂട്ട് ചെയ്യുന്നത്. അതെ അതെ അതെ. പിന്നെ അത് എഡിറ്റിംഗ് ടേബിൾ വലിയ പണിയില്ല, എഡിറ്റ് ചെയ്യുമ്പോഴേ കൂടെ ചേർത്ത് വെച്ചാൽ മതി. അതെ അതെ അതെ. കാരണം അത്ര ഒരു ധാരണയോടുകൂടി ചെയ്യുന്നത് കൊണ്ടാണ് ഇവർ പറയുന്നത്. എനിക്ക് അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, ഇപ്പോൾ ആൾക്കാർ അതിനെ അങ്ങനെയല്ല, ഒരു സീൻ അവിടെ ഇത്തരം സിനിമകളിൽ അഭിനയിക്കുന്ന, പുതിയ കാലത്തെ സിനിമകളിൽ അഭിനയിക്കുന്ന പല ആക്ടേഴ്സും നമ്മുടെ അടുത്ത് പറയും, ഓ അന്നൊക്കെ ഒരു പ്രാവശ്യം ഒരു ഷോട്ട് എടുത്താൽ മതിയായിരുന്നു, പിന്നെ പെട്ടെന്ന് കാര്യങ്ങൾ നടക്കാമായിരുന്നു. ഇപ്പോൾ ഒരു ഷോട്ട് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇവരെല്ലാവരും കൂടെ കൂടിയിരുന്ന വലിയ ആലോചനയാണ്, അടുത്ത ഷോട്ട് അങ്ങനെ വേണോ ഇങ്ങനെ വേണോ, എന്നാൽ ട്രോളി ഇടാമെന്ന് ട്രോളിയൊക്കെ ഇട്ട് വെച്ച് കഴിയുമ്പോഴത്തേക്കും അല്ല ട്രോളി വേണ്ട, എന്നാൽ മറ്റേതാക്കാം. അങ്ങനെ ഒരു തീർച്ചയില്ല. ഒരുപാട് സാധ്യതകളെ അവർ പരീക്ഷിച്ച ശേഷമാണ് ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. മുമ്പ് നിങ്ങളുടെയൊക്കെ കാലത്ത് അങ്ങനെ ഉണ്ടായിരുന്നില്ലല്ലോ, നിങ്ങൾക്ക് കൃത്യമാണ് അടുത്തത് കഴിഞ്ഞാൽ അതാണ്, അടുത്ത് കഴിഞ്ഞാൽ അതാണെന്ന് പറയുന്നത്. അതെനിക്ക് തോന്നുന്നത് അവരുടെ ഒരു പരിചയക്കുറവിൻ്റെ പ്രശ്നങ്ങൾ തന്നെയാണ്. അവർ സിനിമകൾ കണ്ടിട്ട് സിനിമ ചെയ്യാൻ വരുന്നവരാണ്, അതിൻ്റെ സാങ്കേതികതകൾ പഠിച്ചിട്ടല്ല. സാങ്കേതികത വേറൊരു വിഷയം തന്നെയാണ് ആ രീതിയിൽ നോക്കുമ്പോൾ. അതിൻ്റെ എസ്തെറ്റിക്സിനും ആ എസ്തെറ്റിക്സിൻ്റെ പൂർണ്ണതയിലേക്ക് അതിനെ എത്തിക്കാൻ സാങ്കേതികതയെപ്പറ്റി അതിന്മേൽ നമുക്കൊരു കൺട്രോൾ ഉണ്ടാവണം, വേണം. സാങ്കേതിക മുകളിലാണ് ഈസ്തെറ്റിക്സ് എന്ന് പറയുന്നത്. അതെ അതെ. അതിനെ പിന്നെ നമ്മൾ സാങ്കേതികതയെക്കുറിച്ചുള്ള നമ്മുടെ തിരിച്ചറിവിൽ നിന്നാണ് അതിനെ നമ്മൾ കൃത്യമായി രൂപപ്പെടുത്തി പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. പക്ഷേ സാങ്കേതികതയാണ് മുകളിൽ കിടന്ന് കളിക്കുന്നത്. ഇപ്പോൾ താങ്കളിപ്പോൾ ടെക്നോളജിയുടെ ഒരു അതിപ്രസരത്തെക്കുറിച്ച് പറഞ്ഞു. ഈ പുതിയ കാലത്തും താങ്കൾ സിനിമ എടുത്തിട്ടുണ്ട്. പക്ഷേ അത് അപ്പോഴും പലരും പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ അപൂർവരാഗങ്ങൾ പോലുള്ള സിനിമകളൊക്കെ പുതിയൊരു മേക്കിംഗ് ടെക്നോളജിയിലൂടെ ആയിരിക്കില്ലേ എടുത്തിട്ടുണ്ടാവുക? തീർച്ചയായിട്ടും ആ കാലത്തിന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് തന്നെയാണ്, ഒരു വിഷയത്തിന് ഏത് രീതിയിലുള്ള ഒരു മേക്കിംഗ് പാറ്റേണാണ് ഉപയോഗിക്കേണ്ടത്, അതാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അപൂർവരാഗം എന്ന് പറയുന്നത് വളരെ ചടുലമായിട്ടുള്ള വിഷ്വൽസ് അതിനകത്തുണ്ട്. ആ കഥ എങ്ങനെയാണോ പറയേണ്ടത് അതിനോട് എത്തിച്ചേർന്ന് തന്നെയാണ് അത് ചെയ്യുന്നത്. എല്ലാ സിനിമകളും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ എൻ്റെ കയ്യിലേക്ക് ഇനി ഒരു പുതിയ ഞാൻ ചെയ്യാൻ പോകുന്നൊരു സിനിമയിൽ അതിൻ്റെ എന്താണോ അതിൻ്റെ ഒരു സ്വഭാവം എന്ന് വെച്ചാൽ ആ സ്വഭാവത്തെ കൃത്യമായിട്ട് ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കും നമ്മളതിനെ വിഷ്വലൈസ് ചെയ്യുന്നത്. കിരീടം ചെയ്ത പോലെ അല്ല സതയം ചെയ്തത്. സതയം വളരെ പരിമിതമായ സാഹചര്യങ്ങളുള്ളതുകൊണ്ട് ഒരു വ്യക്തിയുടെ ഉള്ളിൽ, ഒരു തടവറയ്ക്കുള്ളിൽ മാത്രം കിടന്നു അതിൻ്റെ സിനിമയുടെ ബഹുഭൂരിപക്ഷം സമയത്തും ഒരു അഴിക്കുള്ളിൽ ഒരു 10 അടി 8 അടി ഏരിയ ഉള്ള ഒരു ജയിൽ മുറിക്കുള്ളിൽ മാത്രം കിടക്കുന്ന ഒരു മനുഷ്യൻ്റെ വികാരങ്ങളെയാണ്. അപ്പോൾ അതിന് പരിമിതമായ സാഹചര്യങ്ങളും സാങ്കേതികങ്ങളുമാണ് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അതിനെ എങ്ങനെ ഓവർകം ചെയ്യാമെന്നുള്ളതും അതും നമ്മുടെ ലേണിംഗ് പ്രോസസ്സ്. ഞാൻ ചെയ്യുന്ന ഓരോ സിനിമകളും ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പഠിക്കുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ പരീക്ഷിക്കുകയാണ്, ഇത് ചെയ്താൽ ഇതായിരിക്കും. ആ പരീക്ഷണങ്ങൾ വിജയിക്കുമ്പോൾ ഞാൻ അടുത്ത ഒരു പുതിയ കാര്യങ്ങൾ കൂടെ പഠിക്കണം. ഇപ്പം ഈ ഒരു സതയം ചെയ്യുമ്പോൾ എനിക്കുണ്ടായ ഏറ്റവും വലിയ ചലഞ്ച് എന്ന് പറയുന്നത്, സതയത്തിൻ്റെ ഈ മോഹൻലാലിൻ്റെ കഥാപാത്രം അഴിക്കുള്ളിൽ കിടക്കുകയാണ്. എനിക്ക് അയാളെ ഷൂട്ട് ചെയ്യണമെങ്കിൽ അതിനകത്തൊരു ട്രാക്കോ ട്രോളിയോ ഇടാനുള്ള സ്പേസ് പോലും ഇല്ല. ഒരു ഫോക്കസിങ് ലെങ്ത് പോലും ഡിസ്റ്റൻസ് പോലും ഇല്ലാത്ത പല സന്ദർഭങ്ങളും ഉണ്ടാകാറുണ്ട്. അപ്പോൾ അത്തരം സാങ്കേതികമായ പരിമിതികളെ നമ്മൾ ഓവർകം ചെയ്യാനായിട്ട് നമ്മൾ പുതിയ കാര്യങ്ങൾ കണ്ടെത്തും അത് ചെയ്യാനായിട്ട്. അല്ല, ഈ സമരൻ ബദ്രഹം ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്നത് ആ സിനിമയുടെ ആവശ്യം എന്ന് പറയുന്നത് വളരെ വൈബ്രൻ്റ് ആയിട്ടുള്ള, വളരെ കളർഫുൾ ആയിട്ടുള്ള ഒരു ആഘോഷത്തിൻ്റെ സിനിമയാണ്. അതുകൊണ്ടാണ് ഞാൻ അതിനകത്ത് ഒരുപാട് കളേഴ്സ് യൂസ് ചെയ്തത്. വിഷ്വലി ഭയങ്കര പ്രകൃതിയെ എല്ലാം കൃത്യമായിട്ട് കൊണ്ടുവന്നത്. കോസ്റ്റ്യൂംസിലൊക്കെ നല്ല രീതിയിൽ അതൊരു അങ്ങനത്തെ ഒരു ആ സിനിമയുടെ സ്വഭാവം അതാണ്. അങ്ങനെ ഓരോ സിനിമകളെയും സതയത്തിന് ഭയങ്കര ഒരു ഗ്രേ ഷെയ്ഡിലാണ് വർക്ക്. ഓരോന്നിനെയും ആ രീതിയിൽ നമ്മൾ അപ്രോച്ച് ചെയ്യണം. ദേവദൂതൻ അത് വേറൊരു, ഞാൻ പറഞ്ഞുള്ള ഒരു ഹോളിവുഡ് അതിൻ്റെ ഒരു വിഷ്വൽസും ലൊക്കേഷനും ഒക്കെ ആ രീതിയിൽ നമ്മൾ തിരഞ്ഞെടുത്തതാണ്. ഇപ്പോൾ അങ്ങയുടെ സിനിമകളെ കുറിച്ച് പറയുമ്പോൾ സംഗീതത്തെക്കുറിച്ച് പറയാൻ പറ്റില്ല. ഇപ്പോൾ മനുഷ്യബന്ധങ്ങൾ, അതിൻ്റെ സംഘർഷങ്ങൾ, വൈകാരികതകൾ, സങ്കടങ്ങൾ അങ്ങനെയൊക്കെ ചേർന്നിട്ടുള്ള സിനിമകളിലാണ് ഈ സംഗീതവും അതിനനുസരിച്ച് തന്നെയാണ് സഞ്ചരിക്കുന്നത്. ഇപ്പോൾ കിരീടം എന്ന് കേൾക്കുമ്പോൾ ആ പാട്ട് നമ്മുടെ മനസ്സിൽ കണ്ണീർ പൂവിൻ്റെ കവിളിൽ തലോടി അത് നമ്മുടെ കവിളിൽ തലോടി അങ്ങ് പോകുന്നൊരു സിനിമ തന്നെയാണ്. അപ്പോൾ ഇവരെ കണ്ടെത്തുന്നതിലും ഏതെങ്കിലും തരത്തിലുള്ള മുൻഗണനകളോ ഉണ്ടോ സംഗീതജ്ഞരെ കണ്ടെത്തുന്നതിൽ, സംഗീത സംവിധായകരെയും പാട്ടും? തീർച്ചയായിട്ടും നമ്മൾ എടുക്കുന്ന ആ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട അതിനേറ്റവും അനുയോജ്യനായ ആൾ എന്ന നിലയിൽ ഉപയോഗിക്കാറുണ്ട്. ഇപ്പം
രവീന്ദ്ര മാഷ ഞാൻ 4 സിനിമകളാണ് എൻ്റെ കൂടെ ചെയ്തത്. അതിൽ ഈ 3 സിനിമകളുടെയും അതിൻ്റെ ഒരു ക്ലാസിക്കൽ സെമി ക്ലാസിക്കൽ സ്വഭാവം ഉള്ളതുകൊണ്ടാണ് അത്തരം സിനിമകളിലേക്ക് വന്നത്. കാരണം അദ്ദേഹം ആ രീതിയിൽ വളരെ വഴക്കത്തോടെ ചെയ്യുന്ന ആളാണ്. ജോൺസനെ വെച്ച് കഴിയുമ്പോൾ ജോൺസൺ കുറച്ചും കൂടെ വേറൊരു നമ്മളൊരു നല്ല രീതിയിൽ മെലഡിയുടെ ചെയ്യുന്ന ഒരാളെന്ന നിലയിലാണ്. വിദ്യാസാഗർ ആകുമ്പോഴത്തേക്ക് വിദ്യാസാഗർ കുറച്ചും കൂടി ഒരു വൈബ്രൻ്റ് ആയിട്ടുള്ള കുറച്ചും കൂടെ ഒരു മോഡേൺ ആയിട്ടുള്ള ഒരു മ്യൂസിക്കിൻ്റെ ആളായിട്ട് നല്ല മെലഡിയുണ്ട്. എന്നാൽ ഏത് ജോണറിലും ചെയ്യാൻ വഴക്കമുള്ള ആളാണ്. പുതിയ തലമുറയെക്കുറിച്ച് പറയുമ്പോഴും പലരും എനിക്ക് തോന്നിയിട്ടുള്ളത് താങ്കളുടെ സിനിമകൾ ശ്രദ്ധയോടെ കാണുന്നുണ്ട്, കണ്ടവരാണ് പലരും. ഇപ്പോൾ വെട്രിമാരൻ പറഞ്ഞിട്ടുണ്ട് ഫാമിലി സിനിമകളുടെ റെഫറൻസ് എന്ന് പറഞ്ഞാൽ സി വി മലയിൽ സാറിൻ്റെ സിനിമകളാണ് എന്ന്. അപ്പോൾ പുതിയ തലമുറ താങ്കളുടെ സിനിമകളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ അതിലൊക്കെ ഒരു സന്തോഷം ഉണ്ടാവാറില്ലേ? തീർച്ചയായിട്ടും അത് ഗൗരവത്തോടെ സിനിമകളെ കാണുന്നവരൊക്കെ അത്തരത്തിൽ ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. പലരും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ അത് കണ്ട് മനസ്സിലാക്കി പഠിക്കുന്നുണ്ടെന്നുള്ളത്. എന്താണ് ഒരുപക്ഷെ അവർക്ക് അത്തരത്തിലൊരു ട്രെയിനിങ്ങിൻ്റെ ഒരു സാഹചര്യം ഉണ്ടാവില്ല. ഞാൻ സിനിമ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിക്കാൻ ആഗ്രഹിച്ച ആളാണ്. അതിനുള്ള സാഹചര്യം ലഭിക്കാതെ പോയ ആളാണ്. അപ്പോൾ ഞാൻ സിനിമയിലേക്ക് നേരിട്ടെത്തി ഏറ്റവും അവസാനത്തെ അസിസ്റ്റൻ്റായിട്ട് നിന്നുകൊണ്ട് 7ഓളം സിനിമകളിൽ ജോലി ചെയ്ത് പ്രായോഗികമായിട്ട് പഠിച്ച ആളാണ്. ഞാൻ ആ ആക്ച്വൽ ഹാപ്പനിങ് പ്ലേസിൽ നിന്നുകൊണ്ട് സിനിമ പഠിക്കുകയാണ്. അപ്പോൾ എനിക്ക് ഒരുപാടുണ്ടാകുന്ന സംശയങ്ങളെ ഞാൻ സ്വയം എനിക്കറിയാത്ത കാര്യങ്ങളെ തിരിച്ചറിഞ്ഞിട്ട് ഞാൻ ചോദിച്ചറിഞ്ഞ് സംശയങ്ങൾ അവിടെ തന്നെ തീർക്കാനുള്ള അവസരമുണ്ട്. എനിക്ക് എന്തിനാണ് ഇത് ഇങ്ങനെ, എന്തിനാണ് അത് അങ്ങനെ, എന്തിനാണ് അത് ചെയ്യുന്നത്, ഇത് ചെയ്യുന്നതെന്നുള്ള സാങ്കേതികമായ കാര്യങ്ങൾ ഞാൻ ചോദിച്ചറിഞ്ഞ് പഠിക്കാറുണ്ട്. എസ്തെറ്റിക്കൽ ആയിട്ടുള്ള ഏരിയ നമുക്ക് ആരെയും പഠിപ്പിച്ചെടുക്കാൻ കഴിയില്ല. അത് നമ്മുടെ ഉള്ളിൽ ഉണ്ടാകേണ്ടതാണ്. ജന്മസിദ്ധമായിട്ട് നമ്മളെ രംഗത്ത് അങ്ങനത്തെ ഒരു കലാപരമായ വാസന ഉള്ളിലുള്ള ആർക്കും നമുക്ക് പുറമെന്ന് ഉള്ളിലേക്ക് കൊടുക്കാൻ പറ്റത്തില്ല. പക്ഷേ ഈ സാങ്കേതികമായ ജ്ഞാനത്തെ നമുക്ക് പഠിച്ചെടുക്കാൻ കഴിയും. ഒരു തിയററ്റിക്കലായിട്ടൊരു ക്ലാസ് റൂമിലിരുന്ന് പഠിക്കുന്നത് തിയറി പ്രാക്ടിക്കലായിട്ട് പഠിക്കുന്നതുമായിട്ട് വലിയ വ്യത്യാസമുണ്ട്. നമ്മൾ പ്രായോഗികമായ തലത്തിൽ പഠിക്കുന്ന കാര്യങ്ങൾ നമ്മൾ മറക്കില്ല. എനിക്ക് ആദ്യം ക്ലാസ് പഠിക്കാൻ തന്നപ്പോൾ എൻ്റെ അടുത്ത് എനിക്കറിയത്തില്ല എന്തിനാണ് ഈ സാധനം കാണിക്കുന്നത്, എല്ലാ ഇതുകൊണ്ട് കാണിക്കുക, ചില സമയത്ത് ഇത് അടിക്കുക, ചില സമയത്ത് കാണിച്ചാൽ മതി. പക്ഷേ അതിനെപ്പറ്റി എഡിറ്റിംഗ് സമയത്ത് ഞാൻ പോയിരുന്നിട്ട് എഡിറ്റിംഗ് അസിസ്റ്റൻസിനാണ്, ചീഫ് എഡിറ്ററത് എനിക്ക് ചോദിക്കാൻ പറ്റത്തില്ല. ഇല്ല. അപ്പോൾ അവരുടെ അടുത്ത് ചോദിക്കുക. അവർ രാത്രി ഇരുന്ന് ഇതിൻ്റെ അദ്ദേഹം ചെയ്തു വെച്ച പണിയുടെ ബാക്കി ചെയ്തിരിക്കുമ്പോൾ ഞാൻ ഉറങ്ങാതെ അവിടെ പോയിരുന്നിട്ട് അതെന്തിനാണ് ഇതെന്തിനാണെന്നൊക്കെ. അപ്പോഴാണ് എനിക്ക് പല കാര്യങ്ങൾ അങ്ങനെയാണ് അതിൻ്റെ ഏറ്റവും അടിസ്ഥാനമായ കാര്യങ്ങൾ തൊട്ട് പഠിച്ച് ചോദിച്ച് പഠിച്ചിട്ട് അങ്ങനെ ഒരു പ്രോസസ്സിൽ കൂടെ കടന്നു പോകുന്നത്. ഇപ്പം പടയോട്ടമൊക്കെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ അതിൻ്റെ ചീഫ് അസോസിയേറ്റ് ഡയറക്ടറാണ്. വലിയ പടമാണ്, വലിയ അന്നത്തെ ആദ്യത്തെ 70 സിനിമയാണ്. ആ സിനിമ പോലും എടുക്കുമ്പോൾ അതിനകത്തൊരു വലിയ സീക്വൻസ് ഉണ്ട്. രാജകൊട്ടാരത്തിൽ രാജാവ് ഇരിക്കുകയും പടയാളികളും മന്ത്രിമാരും പിന്നെ കുതിര ആൾക്കാരൊക്കെ വരികയൊക്കെ ചെയ്യുന്ന ആ മലമ്പുഴ ഡാമിൻ്റെ വലിയൊരു സെറ്റാണ്. അപ്പോൾ ആ വലിയ സീൻ എടുക്കാൻ നേരത്ത് ഒരിക്കൽ ജിജു എൻ്റെ അടുത്ത് പറഞ്ഞു സീനൊന്ന് ഷോർട്ട് ഡിവൈഡ് ചെയ്തിട്ട് വരാൻ പറഞ്ഞു. അപ്പം ഞാൻ ഞെട്ടി. കാരണം ആദ്യമായിട്ടാണ് എന്നെ ഒരാൾ ആവശ്യപ്പെടുന്നത്. ഞാൻ എന്നിട്ട് അത് കുറേ സമയം ഇരുന്ന് ആലോചിച്ച് പിടിച്ച് ഷോർട്ട് ഡിവൈഡ് ചെയ്ത് പുള്ളിയിലേക്ക് ഒന്ന് കൊടുത്തു. പുള്ളി എടുക്കേണ്ട കാര്യങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടാവാം. എൻ്റെ ചോദിച്ചിട്ട് പറഞ്ഞു ഇതെന്തിനാണ് ഇപ്പോൾ ഈ ഷോട്ട്. അപ്പം ഞാൻ പറഞ്ഞു അല്ലാതെ ഇങ്ങനെ അതെന്തിനാണ് അവിടെ വെച്ചിരിക്കുന്നത്, ഇപ്പോൾ എന്തിനാണ് ഈ ക്ലോസപ്പ്, അല്ലെങ്കിൽ ഇപ്പോൾ എന്തിനാണ് അങ്ങനെ ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴത്തേക്ക് എനിക്ക് ഉത്തരമില്ല. അപ്പോൾ പുള്ളി പറഞ്ഞു എന്താ പറയുക, നമ്മൾ ഒരു ഷോട്ട് എടുക്കുന്നതിന് നമുക്ക് തന്നെ ഒരു കൺവിക്ഷൻ ഉണ്ടാവണം. എന്തിനാണ് ഞാൻ ഈ ഷോട്ട് എന്നുള്ളതിൻ്റെ ഉത്തരം നമുക്കില്ലെങ്കിൽ നമ്മളത് എടുത്തിട്ട് കാര്യമില്ല. ഒരു പർപ്പസ് ഉണ്ടാവണം. ഓരോ ഷോട്ടിനും ഒരു പേർപ്പസ് ഉണ്ടാവണം. ആ പേർപ്പസ് നമുക്ക് ബോധ്യമില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് നമുക്കത് എക്സിക്യൂട്ട് ചെയ്യാൻ കഴിയുന്നത്. അതൊക്കെ വലിയ പാഠങ്ങളാണ്. അതൊക്കെ ഇന്നും എൻ്റെ ബേസ് എന്ന് പറയുന്നത് ആ കാലഘട്ടത്തിൽ എൻ്റെ പഠനം തന്നെയാണ്. നമ്മളൊരു പ്രത്യേകിച്ച് നവോദയ പോലുള്ളൊരു സ്ഥാപനത്തിൽ ഞാൻ എപ്പോഴും പറയാനുള്ളത് ഒരു ബോർഡിംഗ് സ്കൂളിൽ നിന്ന് പഠിക്കുന്ന പോലെയാണ്. അവിടെ മറ്റ് സിനിമയുടെ ധാരാളിത്തമോ മറ്റ് ആഘോഷങ്ങളോ ഒന്നുമില്ല. അതിനകത്ത് ഇത് മാത്രമേ ഉള്ളൂ, സിനിമ മാത്രമേ ഉള്ളൂ, അത് പഠിക്കുക എന്ന് മാത്രമേ. അതിനപ്പുറത്തൊരു കോടമ്പകത്തിൻ്റെയോ മറ്റു ഒരു അനാവശ്യമായ മറ്റൊരു കാര്യങ്ങളിലേക്കൂടെ നമ്മൾ പോകേണ്ടി വരുന്നില്ല. അതിനകത്ത് തന്നെയാണ് നമ്മൾ. അപ്പോൾ ഒരു വലിയ ഇൻസ്റ്റിറ്റ്യൂട്ടായിട്ട് തന്നെയാണ് എനിക്കത്. നവോദയയാണ് അങ്ങയുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും നവോദയ തന്നെയാണ്. ജിജോയാണ് എൻ്റെ എന്നെക്കാൾ ഒരു വയസ്സിന് ഇളയതാണ് ജിജോ. പക്ഷേ ജിജോയാണ് എൻ്റെ ഗുരുനാഥൻ. അത്രയും കൃത്യതയോടെ സിനിമയെ മനസ്സിലാക്കി അങ്ങനെ സിനിമ കുടുംബത്തിൽ
കുഞ്ഞു ആൾ തൊട്ട് സിനിമയെ അതെ അതെ കണ്ടും അറിഞ്ഞും പഠിച്ചും വന്ന ഒരാളാണ്. അതെ അതെ അതെ. അതാണ് എൻ്റെ സ്ട്രെങ്ത്. സിനിമയാണ് അങ്ങയുടെ ഇൻസ്റ്റിറ്റ്യൂട്ട്. എനിക്ക് തോന്നുന്നത് താങ്കളുടെ സിനിമകളെല്ലാം എടുത്താലും ഒരു സിനിമ ഇൻസ്റ്റിറ്റ്യൂട്ടായി. കാരണം അത്രമാത്രം വൈവിധ്യങ്ങളുടെ ഒരു ഗ്രാഫാണ് ആ സിനിമ. പക്ഷേ എനിക്ക് തോന്നുന്നത് അതിലെ ഏറ്റവും മികച്ച സിനിമകൾക്കൊന്നും മികച്ച അംഗീകാരം കിട്ടിയിട്ടില്ല. ഇപ്പോൾ നേരത്തെ തന്നെ എൻ്റെ വീട് അപ്പുൻ്റെ എന്ന് പറഞ്ഞു. അപ്പോൾ അതിന് മികച്ച സംവിധായകന് ഉള്ള അവാർഡ് കിട്ടിയത് അതാണ്. പക്ഷേ എനിക്ക് തോന്നുന്നത് അതിനല്ല മികച്ച സംവിധായകന് താങ്കൾക്ക് കിട്ടേണ്ടിയിരുന്നത്. അത് മോശം സിനിമ എന്ന രീതിയിൽ പറയുന്നതല്ല. അങ്ങനെ തോന്നിയിട്ടില്ലേ? അങ്ങനെ ആ തരത്തിലുള്ള ഒരു അംഗീകാരങ്ങൾ ഇപ്പോൾ കെ ജി ജോർജിനൊന്നും വേണ്ടത്ര അംഗീകാരങ്ങളെ കിട്ടിയിട്ടില്ലെന്ന് തോന്നുന്നു. പക്ഷെ താങ്കളും ആ രീതിയിൽ എനിക്ക് തോന്നുന്നത് വേണ്ടത്ര അംഗീകാരം കിട്ടാതെ പോയ ഒരു സംവിധായകനാണെന്നാണ്. ഈ എൻ്റെ വീട് അപ്പൂൻ്റെനും അവാർഡ് കിട്ടിയപ്പോൾ ഞാനന്ന് ഇവിടെ റിയാൻ സ്റ്റുഡിയോയിൽ വേറൊരു പടത്തിൻ്റെ എഡിറ്റിംഗ് ആയിട്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഇങ്ങനെ വാർത്ത വന്നു എന്നൊക്കെ പറയുന്നത്. നമ്മളങ്ങനെ ഒരു അവാർഡ് പ്രതീക്ഷിക്കുന്നില്ല. കാരണം ഇങ്ങനെ പ്രത്യേകിച്ചും മികച്ച സംവിധായകൻ ആ സിനിമയ്ക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷെ വാർത്ത വന്ന് ചാനലുകളൊക്കെ വന്ന ഉടനെ ഈ മാധ്യമപ്രവർത്തകരെല്ലാം കൂടെ ആ സ്റ്റുഡിയോയിലേക്ക് വന്നു. അപ്പോൾ അവരെല്ലാവരും നിന്നിട്ട് ചോദിക്കുന്നത് ഇത് എത്രാമത്തെ അവാർഡാണ് മികച്ച സംവിധായകനുള്ളതെന്ന് പറയുന്നത്. അപ്പം ഞാൻ ആദ്യത്തെയാണ്. അപ്പോൾ ആർക്കും വിശ്വസിക്കാൻ കഴിയുന്നില്ലാത്ത, കാരണം അവർ ധരിച്ചിരിക്കുന്നത് എനിക്ക് കിരീടത്തിനും സതയത്തിനും ഭരതത്തിനും എനിക്ക് തനിയാവർത്തനമൊക്കെ എനിക്ക് മികച്ച സംവിധാനം കിട്ടി എന്ന് ഉള്ളൊരു തോന്നലാണ്. അത് തന്നെയാണ് നമുക്ക് കിട്ടിയ അംഗീകാരം. കാരണം അതിനർഹമായ സിനിമകൾ ഉണ്ടായിരുന്നു, ഇയാൾക്ക് അതിനൊക്കെ കിട്ടിക്കാണണമെന്ന് അവരുടെ ഉള്ളിലൊരു ബോധ്യം ഉണ്ടായിരുന്നെങ്കിൽ അത് തന്നെയാണ് അവാർഡ്. ഈ സിനിമ താങ്കൾ സൂചിപ്പിച്ച പോലെ ഈ സിനിമയെക്കാളും ആ രീതിയിൽ മികച്ച സംവിധായകനുള്ള അവാർഡ് കിട്ടാൻ സാധ്യതയുണ്ടായിരുന്ന സിനിമകൾ ധാരാളം ഉണ്ടായിരുന്നത് കൊണ്ടാണ് അവരുടെ ഉള്ളിൽ ആ ചിന്ത വരുന്നത്. സിനിമ ഇൻഡസ്ട്രിക്ക് പൊതുവായി അതിന് സിദ്ധമായ ചില അച്ചടക്കമില്ലായ്മകളുണ്ട്. ഒരു അനാർക്കി എവിടെയോ സിനിമയ്ക്കുണ്ട്. താങ്കളുടെ ഒരു അച്ചടക്കമുള്ള സിനിമയെ പോലെ തന്നെ ഒരു അച്ചടക്കമുള്ളൊരു വ്യക്തിത്വമായിട്ടും മനസ്സിലാക്കപ്പെട്ടിട്ടുണ്ട് മലയാളികളുടെ മുന്നിൽ. അങ്ങനെ ഗോസിപ്പുകളിലോ ഒന്നും പെടാതെ ആൾക്കൂട്ടത്തിൽ വേറൊരാളായിട്ട് തന്നെ സിബി സാറിൻ്റെ ഒരു വ്യക്തിത്വവും പുറത്തുനിന്ന് കാണുമ്പോൾ എങ്ങനെയാണ് ഈ സിനിമയിലെ അച്ചടക്കം പോലെ ജീവിതത്തിൽ ഒരു അച്ചടക്കം പുലർത്താൻ കഴിയുന്നത്? അത് നമ്മുടെ ജീവിത രീതിയാണ്. നമ്മൾ വളർത്തിക്കൊണ്ടുവന്ന രീതിയുണ്ടല്ലോ. നമ്മുടെ കുടുംബ പശ്ചാത്തലമുണ്ട്. വളരെ വളരെ ക്ലോസ് നീറ്റായിട്ടുള്ളൊരു കുടുംബം ഉണ്ട്. ഞങ്ങൾ സഹോദരങ്ങളും മാതാപിതാക്കളൊക്കെ വളരെ അച്ചടക്കത്തോടു കൂടി തന്നെയാണ് ജീവിച്ചു വളർത്തിക്കൊണ്ടുവന്നത്. പിന്നെ സിനിമയിൽ എത്തിക്കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് സിനിമയിലേക്ക് എന്നെ നവോദയയിൽ നിന്നും എനിക്കിങ്ങനെ ഒരു ക്ഷണം വന്നപ്പോൾ, ക്ഷണം വന്നു വെച്ചാൽ അവരുടെ സ്റ്റോറി ഡിസ്കഷനിലേക്കൊക്കെ വിളിച്ചപ്പോൾ ഞാൻ എൻ്റെ അമ്മയടുത്താണ് പറഞ്ഞത്. അമ്മ വഴിയാണ് എല്ലാം അച്ഛനോടുള്ള കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ അമ്മയടുത്ത് പറഞ്ഞിങ്ങനെ അവർ വിളിച്ചിട്ടുണ്ട്, പോട്ടെ. അപ്പോൾ എനിക്കിത് സ്വപ്നമാണ്, പൂനെയിൽ പോകണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ വീട്ടിൽ സമ്മതിക്കുകയൊക്കെ ചെയ്തിട്ട് സിനിമ ഒരു കരിയറോ ഒരു പ്രൊഫഷനായിട്ട് സ്വീകരിച്ചിട്ട് നീ സിനിമ പഠിച്ചിട്ട് എങ്ങനെ ജീവിക്കുമെന്നാണ് ചോദിക്കുന്നത്. നീ ബികോം പഠിച്ചിട്ട് നീ വല്ല CAക്ക് പോകാമെന്നൊക്കെ പറഞ്ഞല്ലേ ബികോം എടുത്തത് എന്നൊക്കെ. ഞാൻ ബികോം പഠിച്ചത് പൂനെയിൽ അഡ്മിഷൻ കിട്ടുന്ന ഡിഗ്രി വേണം, അതിനുവേണ്ടി പഠിച്ചു. അപ്പോൾ അത് പാസ്സായി കഴിയുമ്പോൾ ഇത് ചോദിച്ചപ്പോൾ പറഞ്ഞു അത് ഇങ്ങനത്തെ ഒരു അന്നത്തെ മാതാപിതാക്കൾക്ക് അതാണല്ലോ സിനിമ ഒരു തൊഴിലാണെന്നോ ഒരു വരുമാന മാർഗമാണെന്നോ ഒന്നും അറിയില്ല. ഞാൻ അമ്മയടുത്ത് പറഞ്ഞിങ്ങനെ എനിക്ക് അവർ വിളിച്ചിട്ടുണ്ട്, ഞാൻ അവിടെ പോട്ടെ എന്ന് ചോദിച്ചു. അമ്മ പറഞ്ഞു നീ അച്ഛനടുത്ത് ചോദിക്കാൻ പറഞ്ഞു. അമ്മ തന്നെ പോയി പറഞ്ഞു അവനിങ്ങനെയൊക്കെ പറയുന്നു, അവനെ ഇങ്ങനെ സിനിമയ്ക്ക് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞ് അപ്പച്ചൻ്റെ കൂടെയാണെന്ന് പറഞ്ഞു. നവോദയയിലെ അപ്പച്ചൻ്റെ കൂടെയാണ് പൊക്കോളാൻ പറഞ്ഞു. എൻ്റെ പേരൻസ് അവരായിട്ടൊക്കെ അറിയാം, കുടുംബ അടുപ്പങ്ങളുണ്ട്. അപ്പച്ചൻ്റെ കൂടെയാണ് പൊക്കോളാൻ പറഞ്ഞു. പക്ഷെ ആ ഒരു സ്കൂളിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നവോദയ എന്ന് പറയുന്നൊരു സ്ഥാപനം ബോർഡിംഗ് സ്കൂളെന്ന് ഞാൻ പറഞ്ഞതിൻ്റെ കാരണം അച്ചടക്കത്തോടെ. അതിൻ്റെ അപ്പുറത്തേക്ക് എനിക്ക് വേറെ സ്പേസ് ഇല്ല. എനിക്ക് ആരും അറിയത്തില്ല. ഈ സിനിമയ്ക്ക് ഉള്ളിലുള്ള അവിടെ വരുന്നവരെ എനിക്കറിയാവുന്നല്ലാതെ അവിടുത്തെ സിനിമകളിലേക്ക് വരുന്ന അഭിനേതാക്കളെയോ സാങ്കേതിക പ്രവർത്തകരെയോ അറിയാമെന്നല്ലാതെ എനിക്ക് കോടമ്പക്കത്തെ ആരെയും അറിയില്ല. കോടമ്പക്കത്ത് ചെന്നാലും ഞാൻ നവോദയയുടെ ഗസ്റ്റ് ഹൗസിലാണ് താമസിക്കുന്നത്. അവിടെയാണ് എഡിറ്റിംഗ് റൂം, അവിടെയാണ് ചർച്ചകൾ നടക്കുന്നത്. അപ്പോൾ എനിക്കതിൻ്റെ അപ്പുറത്തേക്കൊരു സ്പേസ് അറിയില്ലായിരുന്നു. ഞാൻ ആദ്യമായിട്ട് നവോദയ വിട്ടിട്ട് സിനിമയുടെ ഒരു ഞാൻ കാണാത്തൊരു ലോകത്തേക്ക് എത്തുന്നത് തിരുവനന്തപുരത്തേക്ക് പ്രിയൻ്റെ കൂടെ പൂച്ചക്കര മൂക്കുത്തി കെട്ടി ചെല്ലുമ്പോഴാണ്. അപ്പോൾ അവിടെ തീർച്ചയായിട്ടും അവർ ചെറുപ്പക്കാർ, അവർ സിനിമ എന്ന് പറയുന്നത് അവർക്കൊരു തമാശയും കാര്യങ്ങളും കൂടെയാണ്. എല്ലാവരും സിനിമ ആഗ്രഹിച്ച് നടക്കുന്ന ആൾക്കാരാണെങ്കിൽ പോലും ഞാൻ ശീലിച്ചു വന്ന ആ ഗൗരവതരമായ ഒരു പശ്ചാത്തലമല്ല. അപ്പോൾ അവിടെ എനിക്ക് ശരിക്കും ഒരു കരയിൽ പിടിച്ചിട്ട മീനിൻ്റെ അവസ്ഥയാണ്. ആദ്യം കുറേ ദിവസമായിരുന്നു ഇതൊക്കെ. ഞാൻ തിരുവനന്തപുരത്ത് ചെല്ലുമ്പോൾ എന്നെ ഒരു ഹോട്ടൽ മുറിയിൽ കൊണ്ടുപോയി ഇരുത്തി
പങ്കജ് ഹോട്ടലാണ്. എന്നിട്ട് പറഞ്ഞ് സ്ക്രിപ്റ്റിൻ്റെ ഇതൊക്കെ ഒന്ന് വായിച്ചിട്ട് അതിൻ്റെ ചാർട്ടിങ് ഒക്കെ ചെയ്തോളൂ എന്ന് പറഞ്ഞു. എന്നിട്ട് ഇവരൊക്കെ ലൊക്കേഷൻ നോക്കാൻ പോകാമെന്ന് പറഞ്ഞ് പോയി. ഞാൻ അവിടെ മുഴുവൻ ഇരുന്ന് ആരും വന്നില്ല രാത്രി വരെ. ഞാൻ രാത്രിയിൽ ഉറങ്ങുമ്പോൾ എൻ്റെ ഇടയ്ക്ക് എപ്പോഴോ ഉണരുമ്പോൾ ഞാൻ കിടക്കുന്ന കട്ടിലൊരു 4 പേരുണ്ട്, സോഫയിൽ ഒരാളുണ്ട്, തറയിൽ ഒരാളുണ്ട്. എനിക്കിവരെ ആരെയും അറിയത്തില്ല. അപ്പം അങ്ങനത്തെ ഒരു ജീവിതമായിരുന്നു. അപ്പം അത് ഇവരുടെ ആരുടെ റൂമുമല്ല, അത് ശങ്കർ അഭിനയിക്കുന്ന വേറൊരു സിനിമയുടെ പ്രൊഡ്യൂസർ ശങ്കറിന് കൊടുത്തേക്കുന്ന റൂമാണ്. അപ്പം ശങ്കർ ഉൾപ്പെടെ കുറേ ആൾക്കാർ അവിടെ കിടപ്പുണ്ട് എന്ന് പറയുന്നൊരു അങ്ങനെയാണ് എന്നെ പെട്ടെന്ന് പിടിച്ചിട്ട് അങ്ങനെ ഒരു സ്ഥലത്തേക്ക്. ഞാൻ മറ്റത് അവിടെ അങ്ങനല്ലോ, നമ്മൾ വളരെ ചിട്ടയോടെ ചടക്കത്തോടെ പോകുന്നതിന് ഇവിടെ എത്തുകയാണ്. പക്ഷെ അതും അതിൻ്റേതായിട്ടുള്ളൊരു തമാശകൾ, ചെറുപ്പക്കാരുടെ ഒരു കൂട്ടായ്മയുള്ളൂ. പക്ഷെ അവരൊക്കെ വളരെ സിനിമ എന്ന് പറയുന്നത് ഭയങ്കര ആഗ്രഹത്തിൽ ഉള്ളിൽ കൊണ്ട് നടന്ന ആൾക്കാരാണ്. പ്രിയനാണ് അവരൊക്കെ. പിന്നെ സിനിമയിൽ അവരുടേതായിട്ടുള്ള സ്ഥാനങ്ങൾ എത്തിപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അല്ല, ഞാൻ പറയുന്നത് എൻ്റെ സ്വഭാവ രൂപീകരണത്തിൽ, അല്ലെങ്കിൽ ഞാനിപ്പോൾ താങ്കൾ സൂചിപ്പിച്ച പോലെയുള്ള ഒരു രീതിയിൽ നിൽക്കാൻ കഴിയുന്നതിൻ്റെ പശ്ചാത്തലം ഇങ്ങനെയാണ്. കുടുംബ പശ്ചാത്തലം ഉൾപ്പെടെ, നവോദയയിലൊരു പശ്ചാത്തലം ഉൾപ്പെടെയൊക്കെ വന്നു. എനിക്ക് കോടമ്പക്കത്തെ പൈപ്പ് വെള്ളം കുടിച്ചിട്ട് കഷ്ടപ്പെട്ട കഥകളൊന്നും പറയാനില്ല. അല്ലെങ്കിൽ കള്ളവണ്ടി കയറി മദ്രാസിൽ പോയി വിജയിച്ച കഥകളൊന്നും പറയാനില്ല. ഇപ്പോൾ താങ്കൾ അച്ചടക്കത്തിൻ്റെ കാര്യം പറയുമ്പോൾ തന്നെ മലയാള സിനിമയിൽ നിന്നും ഇന്ന് സിനിമാ ബാഹ്യമായ വാർത്തകളാണ് സിനിമാ രംഗത്തു നിന്നും വരുന്നത്. അച്ചടക്കമില്ലായ്മ മാത്രമല്ല, അതൊരു വേറൊരു തരം തലത്തിലേക്ക് മാറുന്നുണ്ട്. മികച്ച സിനിമകൾ ഉണ്ടാകുന്നുണ്ട് എന്നൊക്കെ ശരി തന്നെയാണ്, ഒരുപാട് നല്ല സിനിമകൾ ഉണ്ടാകുന്നുണ്ട്. വളരെ മോശമായിട്ടുള്ള ചില പ്രവണതകളുടെ ഒരു കേന്ദ്രമായിട്ടും സിനിമാ രംഗം മാറുന്ന തരത്തിലുള്ള വാർത്തകൾ പരക്കുമ്പോൾ താങ്കളെപ്പോലെ ഈ ഒരു വേറൊരു തരം ശ്രേണിയിൽ നിന്നും വേറൊരു തരം പാരമ്പര്യവും ശീലിച്ചു വരുന്ന സംവിധായകന് എന്താണ് തോന്നുന്നത്? സിനിമാ പ്രവർത്തകർ എന്ന് പറയുമ്പോൾ അവരുടെ ഉള്ളിലൊരു വളരെ നെഗറ്റീവായിട്ടുള്ള ചില ധാരണകളാണ് അവരുടെ പൊതുസമൂഹത്തിലുള്ളത്. അപ്പം അത് തീർച്ചയായിട്ടും നമ്മളെ എല്ലാവരെയും ആശങ്കപ്പെടുത്തുന്നുണ്ട്. അതിനെ വളരെ ജാഗ്രതയോടെ തന്നെ അതിനെ നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ട് എന്നാണ്. ഇപ്പോൾ ഗവൺമെൻറ് തലത്തിലൊക്കെ അത്തരം വിഷയങ്ങളെക്കുറിച്ചൊക്കെയുള്ള ഗൗരവതരമായ ചില ഇടപെടലുകൾ സംഭവിച്ചുകൊണ്ട് കേന്ദ്ര ഏജൻസികൾ ഉൾപ്പെടെയുള്ള ആൾക്കാരൊക്കെ നമ്മളുമായിട്ടൊരു മീറ്റിംഗ് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ഞാൻ ഉൾപ്പെടെയുള്ളവർ അതിന് പോകേണ്ടി വന്നു. അത് വളരെ അപകടകരമായ സിറ്റുവേഷനാണ്. അത് സിനിമയിൽ മാത്രമല്ല, ഇത്തരം എല്ലാ രംഗങ്ങളിലും ഉണ്ട്, എല്ലായിടത്തും ഉണ്ട്. അത് നമുക്ക് അതിനെ തടയിട്ടില്ലെങ്കിൽ ഒരു ജനറേഷൻ ഇല്ലാതായി തീരും എന്നുള്ളതാണ്. സിനിമയിൽ മാത്രമല്ല ഞാൻ പറയുന്നത്, നമ്മുടെ വരുന്ന തലമുറ എന്ന് പറയുന്നത് ആരോഗ്യപരമായിട്ട്, ബുദ്ധിപരമായിട്ടും, അവരുടെ സ്വഭാവപരമായിട്ടൊക്കെ ഇപ്പോൾ വല്ലാത്ത വയലൻസിലേക്കും അക്രമങ്ങളിലേക്കും ഒക്കെ പോകാനുള്ളൊരു വഴി അവരുടെ മുമ്പിൽ തുറന്നു കിടക്കുകയാണ്. അത് എത്രയും പെട്ടെന്ന് അതിന്മേൽ നിയന്ത്രണം കൊണ്ടുവരാൻ സാധിച്ചില്ലെങ്കിൽ ഒരു ജനറേഷൻ ഇല്ലാതെ തീരും എന്നുള്ളത്.